ഞാൻ RCMലേക്ക് വന്നത്. ഒരു നിമിത്തം എന്ന് പറയാം അല്ലെ. RCM നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് വളരെ അധികം, അത്രത്തോളം നമുക്ക് ദൈവാധീനമുള്ളവർക്ക് മാത്രമാണ് RCMല് ഉറച്ചു നിൽക്കുന്നതിനും അതുപോലെ തന്നെ RCM നമ്മളുടെ കയ്യിലെത്താനും ഒരു അവസരം ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു നന്മയുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലേക്ക് എൻ്റെ അമ്മായിമ്മ മുഖാന്തരം തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അമ്മായിമ്മ പ്രൊഡക്റ്റുകൾ വാങ്ങി വീട്ടിലേക്ക് എത്തുകയും അങ്ങനെ ഗിരീഷ് സാറ് അമ്മായിമ്മനെ കണ്ടു. മനോഹർജിയുടെ കടയിൽ നിന്നാണ് നമുക്ക് സാധനങ്ങൾ അന്ന് കിട്ടിയിരുന്നത്. ചാലക്കുടിയിലായിരുന്നു ആ ഷോപ്പ്. ആ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് സാർ അവിടെ ഉണ്ടാവുകയും പിറ്റേ ദിവസം തന്നെ സാർ എന്നെ കാണാൻ വരികയും ചെയ്തു. വന്ന സമയത്ത് സാറ് പറഞ്ഞു, ഇതിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവരോടും നമ്മൾ പറയും ഷോ ചെയ്യാൻ പറയല്ലേ. സാർ എനിക്ക് എഴുതി കാണിക്കുക ചെയ്തത്. ഒരു 6 പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം എഴുതി കാണിച്ചു തന്നു. വലിയൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് സാധാരണക്കാരാകുമ്പോൾ നമുക്ക് അവസരത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എനിക്കും ആദ്യമൊന്നും ഇതിന്റെ അവസരം മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം നമ്മുടെ മൂർത്തി സാറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഗോപകുമാർ സാറിനെ പോലെയൊക്കെ നമുക്ക് ചെറിയൊരു എന്താ പറയാ, ഒരു ചെറിയ പാന്റ് ഷർട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ എത്രയോ നല്ല, അത് എയർഫോഴ്സ് ജോലി പുഷ്പം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് RCM സ്വീകരിക്കാൻ നമ്മുടെ മൂർത്തി സാറ് കാണിച്ച ചങ്കൂറ്റം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെ. ആ നമ്മൾക്കൊന്നുമില്ല, പക്ഷെ എങ്കിലും നമ്മള് അതൊന്നും ഓർക്കില്ല. പക്ഷെ എനിക്ക് ഈ പ്രൊഡക്റ്റുകൾ കയ്യിലെത്തി. സാർ ഇത് പറഞ്ഞ സമയത്തും എനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, അതുപോലെ തന്നെ നമുക്കൊരു ഫോട്ടോസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞു ഇതിന് വലിയൊരു അവസരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. കുറച്ച് പ്രൊഡക്റ്റുകളുടെ വില വ്യത്യാസം പറഞ്ഞു. അപ്പൊ ഈ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് ഓരോ പടിയും നമ്മളെ കൊണ്ടുവന്നത് ഗിരീഷ് സാർ തന്നെ. അപ്പൊ ഗിരീഷ് സാറിനെയും ഫാമിലിയെയും ഈ നിമിഷം വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഓർക്കും നമുക്ക് RCM നന്മ നമ്മുടെ കയ്യിലേക്ക് തന്ന നിമിഷത്തെ. അപ്പൊ സാറ് വന്നു, എനിക്കതൊക്കെ പരിചയപ്പെടുത്തി തന്നു, എഴുതി തന്നു. അപ്പോഴൊന്നും എനിക്ക് ഇതിന്റെ സാധ്യത മനസ്സിലായില്ല. പക്ഷെ ഇതിനേക്കാൾ കുറച്ച് വർഷങ്ങൾ മുന്നേ RCMന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ തവിടെണ്ണയൊക്കെ ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പൊ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം എന്നൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്ത് ഒരു ബിസിനസ് സാധ്യത എന്നെ സംബന്ധിച്ച് ഒരിക്കലും എൻ്റെ മുന്നിലേക്ക് വന്നില്ല. പക്ഷെ സാർ എന്നോട് ഒരുപാട് പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഈ ഒരു എന്താ പറയാ, ഇതിനെക്കുറിച്ച് നമ്മളൊരു സാധാരണ വീട്ടമ്മയാണല്ലേ. എൻ്റെ വീട്ടിൽ 3 മക്കളാണ്. സാധാരണ കൂലിപ്പണിക്കാരായ അച്ഛനമ്മമാരുടെ 3 മക്കളില് ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 10 വയസ്സ് മുതൽ തന്നെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്കൊരു വലിയ ബിസിനസ് ഉണ്ടാവും എന്ന് നമ്മളോട് ആര് പറഞ്ഞാലും, ഇന്ന് പുതിയതായിട്ട് വന്ന് എന്നെ കേൾക്കാനിരിക്കുന്ന അവർക്കും ഈ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം RCMന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർ അത് മനസ്സിലാക്കില്ല. ഞാനും അത് മനസ്സിലാക്കിയില്ല. പിന്നെ അന്ന് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ നോക്കിയപ്പോ ചേട്ടന് ഒരു അക്കൗണ്ട് ഉണ്ട്, നമുക്ക് വീട്ടിലേക്ക് ഉപ്പും മുളകും വാങ്ങാനല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചേട്ടന്റെ പേരിൽ ID എടുത്തു. അപ്പൊ സാർ അന്ന് രാജസ്ഥാനിലേക്ക്, ഇന്ന് നമുക്ക് ബിൽവാര ട്രിപ്പ് ഒക്ടോബറിൽ ഉണ്ട് അല്ലെ, ബിൽവാരയ്ക്ക് പോവാൻ നിൽക്കുന്ന സമയമായിരുന്നു അന്ന്. ഫെബ്രുവരിയിലായിരുന്നു. അപ്പൊ സാറ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് എന്നെ കാണാനായിട്ട് വന്നത്. അതായത് ഒരാളെ നമ്മൾ കണ്ട് RCM പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി സാർ അന്ന് ചെയ്തു എന്നുള്ളതാണ്. കാരണം അമ്മ തലേ ദിവസം പോയി പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിലെത്തി, പിറ്റേ ദിവസം ആ സമയത്തിനുള്ളിൽ തന്നെ സാർ വീട്ടിലെത്തി എന്നുള്ളതാണ്. ആ പോകാനുള്ള തിരക്കിനിടയിലും സാർ അവിടെ എത്തി, എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാറേ, ചേട്ടന്റെ പേരിൽ എടുത്തു. അപ്പോഴും സാർ എന്നെ നിർബന്ധിച്ചു, പുഷ്പ ഇതിനൊരു അവസരം ഉണ്ട്, എന്തായാലും പുഷ്പയുടെ പേരിൽ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, ഞാൻ ടൈലറിങ് ജോലിയാണ് ചെയ്യുന്നത്.
അപ്പൊ ഞാൻ ചാലക്കുടിയിൽ ഒരു ഷോപ്പിലാണ് പീസ് വർക്കായിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പോകുന്ന എനിക്ക് ഒരു ദിവസം കിട്ടുന്ന ആ ഒരു വരുമാനം പോരാ എനിക്കൊരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ. അപ്പൊ ഞാൻ ആലോചിച്ചു, അത്രയും കാശ് കളഞ്ഞ ഒരു അക്കൗണ്ട് എടുത്ത് ഈ ഉപ്പും മുളകും വാകാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്താല് ഞാൻ എന്ത് ചെയ്തു, ചേട്ടന്റെ ID പ്രൂഫുകളെല്ലാം ഞാൻ സാറിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ഞങ്ങള് രാജസ്ഥാനിലേക്ക് പോവാണ്, കമ്പനി അവിടെയാണ്, ആ കമ്പനി കാണാനായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി പോകാണ്. അപ്പൊ പോയി വന്നതിന് ശേഷം ID ക്രിയേറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. സാറ് അതുപോലെ തന്നെ പോയി വന്നതിന് ശേഷം എനിക്ക് ID ക്രിയേറ്റ് ചെയ്ത് തന്നു. ഞാനപ്പോ ചാലക്കുടിയില് കടയിൽ പോകുന്ന സമയത്ത് അവിടെ മനോഹർജിയുടെ കടയിൽ പോയി ഞാൻ നോക്കി, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഉപ്പ്, മുളക്, മല്ലി, സോപ്പ് പൊടി, ഉപ്പ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ്. അപ്പൊ എനിക്ക് വേണ്ടതായ ഉൽപ്പന്നങ്ങൾ, കാരണം ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ് ഉൽപ്പന്നങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്നത്? കാരണം നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു 10-20 രൂപയില് നമുക്ക് കുറവ് കിട്ടും. കൂടുതൽ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു 100 രൂപ എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് 100 അല്ല 10 രൂപ പോലും വളരെ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഞാൻ മനോഹർജിയുടെ അവിടെ പോയപ്പോ എന്റെ ചിന്തയിൽ ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, ഈ പ്രൊഡക്റ്റുകളെല്ലാം നല്ലതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ആ മാസം ഞാൻ വാങ്ങി. ആ എല്ലാ പ്രൊഡക്റ്റുകളും കൂടി എനിക്ക് തോന്നുന്ന ഒരു 3000 രൂപയുടെ അടുത്ത ഉൽപ്പന്നങ്ങളായിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരിക്കുക. അത്രയും ഉൽപ്പന്നങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് ഞാൻ തയ്ക്കുന്ന ഷോപ്പിലേക്കാണ് ഞാൻ പോയത്. അപ്പോ എന്നെ അവിടെ ചെന്നപ്പോ എന്റെ കൂടെയുള്ള ചേച്ചിമാരെല്ലാം കളിയാക്കി, നീ ഇനി ഉപ്പും മുളകും വിൽക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് വാങ്ങിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അവരെടുത്തില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് RCMന്റേത്. കാരണം ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിന്റെ ക്വാളിറ്റിയേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടേക്കുന്ന ഡപ്പ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? സാധാരണക്കാർക്ക് നമുക്കറിയാം എത്ര മുളക് പൊടി ഇട്ടാൽ ആ ഡപ്പയിൽ എത്ര ഉണ്ടാവുമെന്നും ആ മുളക് പൊടി എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നും നമുക്ക് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് അടുക്കളയിൽ പെരുമാറുന്ന എല്ലാ വീട്ടമ്മമാർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി, ഗുണമേന്മയേക്കാൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്റെ ചെലവ് ചുരുക്കാനായിട്ട് ഒരുപാട് ഗുണം അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്റെ ചെലവ്, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങളാണ്, അതായത് മുളക് പൊടിയൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു 1.5 മാസം ആവാറായിപ്പോ, ഒരു മാസം കഴിഞ്ഞു, ആ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് പകുതി ആയപ്പോഴേക്കും ആണ് ഞാൻ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ എനിക്ക് കഴിഞ്ഞുള്ളൂ. കാരണം 15 ദിവസം ഏകദേശം കണക്കാക്കി ഞാൻ വാങ്ങിയ ഉൽപ്പന്നം എനിക്ക് ഏകദേശം അത് ഒരു 15 ദിവസം കൂടിയും ഏകദേശം ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്നെ സംബന്ധിച്ച് 15 ദിവസത്തെ ഉൽപ്പന്നം ഉപയോഗിച്ച് ആ 15 ദിവസം കൂടി വീട്ടു ചെലവ് കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാറ് പറയാതെ തന്നെ ഞാൻ പിറ്റേ പ്രാവശ്യം പോയിട്ട് എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട്, അത് രാവിലെ കട തുറന്ന്, ഞാൻ കടയിൽ പോകുന്ന സമയത്ത് 9 മണിക്ക് ഞാൻ ഷോപ്പിൽ കയറും. അപ്പൊ അവിടെ RCMന്റെ ഷോപ്പ് തുറന്നിട്ടുണ്ടാവില്ല. 10 മണിക്കാണ് അവിടെ ഷോപ്പ് തുറക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് നടക്കണം, അങ്ങോട്ട് നടന്നു പോയി ആ ഉൽപ്പന്നങ്ങൾ ഒരു സഞ്ചി നിറച്ചും വാങ്ങി. കാരണം പിന്നെ രണ്ടാമത് പോവാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാ ദിവസവും ഇതിനായിട്ട് എനിക്ക് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടും ഞാൻ തിരിച്ചു വരുന്നത് 7 മണിക്കാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്ന് ഈ ബസ്സിൽ കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വാങ്ങി കൊണ്ടുവച്ചതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവരിക. അപ്പൊ ഉച്ചയ്ക്ക് ഇത് വാങ്ങി പോകുമ്പോ ഞാൻ പോകുന്ന വഴിയിലുള്ള കടകളിലെ ചേട്ടന്മാര് എന്നെ അറിയണതാണ്. അവരെല്ലാവരും ചോദിച്ചു, ഇതെന്താ ഇപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉൽപ്പന്നങ്ങളാണ്, ഇത് ഉപയോഗിച്ചപ്പോ എനിക്ക് വളരെ വ്യത്യാസം തോന്നി. കാരണം കുറച്ച് കാലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ, ഇത് കൊള്ളാലോ, അപ്പൊ ഞങ്ങൾക്ക് തരുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ, അങ്ങനെ എല്ലാ ആളുകൾക്കും ആ വഴിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ എനിക്ക് വാങ്ങിയ
സോപ്പും പൊടി, അതുപോലെ തന്നെ ചന്ദനത്തിരി തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അവർക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഷോപ്പിലേക്ക്, എൻ്റെ ടൈലറിംഗ് ഷോപ്പിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോ ചേച്ചി ചോദിച്ചു എന്നോട്, അവിടുത്തെ മേഡം എന്നോട് ചോദിച്ചു, നീ വീണ്ടും വാങ്ങിയോ? ഞാൻ പറഞ്ഞു, മേഡം ഇങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ. നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഞാൻ അത്രയും നാൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം എനിക്ക് ഇത്രയും നാൾ നിന്നു, അതുകൊണ്ട് തന്നെ ചെലവ് ചുരുങ്ങി. അപ്പൊ ആള് പറഞ്ഞു, ഇത് കൊള്ളാലോ, അന്ന് ഞങ്ങൾക്കും ഓരോന്ന് തരാൻ പറഞ്ഞ് ഞാൻ എനിക്ക് വാങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം അന്ന് തന്നെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് MRP, അതായത് നമുക്ക് 20% നമുക്ക് മാർജിൻ ഇല്ലാണ് കിട്ടുന്നത് അല്ലെ. ആ മാർജിൻ എനിക്ക് 3000 രൂപയുടെ അടുത്ത് ഉൽപ്പന്നം വാങ്ങിയപ്പോ എന്നെ സംബന്ധിച്ച് ഒരു ദിവസത്തെ കൂലിക്കാശ് എനിക്ക് ദിവസത്തെ കൂലിക്കാശിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അതിനിടയ്ക്ക് എന്നെ ഗിരീഷ് സാർ വിളിച്ചു, മീറ്റിംഗ് ഉണ്ട്. നമ്മൾ സാധാരണക്കാര് മീറ്റിംഗ് വിളിച്ചാൽ പോവും? ജമ്മുണ്ടെങ്കിൽ പോവില്ല. കാരണം എന്താ, നമ്മൾക്ക് ഒരു ദിവസം നമ്മൾ സാധാരണ ജോലി, നമുക്ക് മൂർത്തി സാറിനെ പോലെ ഒന്ന് ആലോചിക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി ഒന്നും നമുക്കില്ല അല്ലെ. മൂർത്തി സാറ് കേന്ദ്ര ഗവൺമെന്റ് ജോലി അല്ലെ എറിഞ്ഞു കളഞ്ഞുകൊണ്ടാണ് അന്ന് RCM ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് സഫയർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് സാധാരണ നമുക്ക് കിട്ടുന്ന ഈ 150 രൂപ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. വീണ്ടും വിളിച്ചു, സാർ എന്നെ കറുകുറ്റിയിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ 3-4 പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പൊ 4-ാമത്തെ പ്രാവശ്യമായപ്പോ ഞാൻ എൻ്റെ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഇനി എനിക്ക് നോ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ നാട്ടുകാരനാണ്. അതിനേക്കാളുപരി എനിക്ക് പട്ടാളക്കാരോട് വളരെ അധികം സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പട്ടാളക്കാരനാണ് സാറ് വിളിച്ചിട്ട് ഇനി എനിക്ക് പോവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നാളെ നമ്മൾ വഴിയിൽ വെച്ച് കാണേണ്ടതാണ്. മാത്രല്ല ആ ദേശസേവനം ചെയ്യുന്ന ആളുകളോട് നമുക്കുള്ളൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം എനിക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ പോവും. ചേച്ചി ഒരു കാര്യം ചെയ്തോ, എനിക്കുള്ള വർക്കുകൾ തലേ ദിവസം തന്നെ തന്നോളൂ. ഞാൻ ആ വർക്കുകളെല്ലാം ചെയ്ത് ഞാൻ ആ മീറ്റിങ്ങിന് പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം എന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയതാണ് ഞാൻ പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോകാൻ തയ്യാറെടുത്തത്. രാത്രി 2 പീസ് ഞാൻ രാത്രി കുത്തിരുന്ന് തയ്ച്ച് ആ വർക്കുകൾ തീർത്ത് കാലത്ത് പോകുന്ന സമയത്ത് അവിടെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കറുകുറ്റിക്ക് ബസ് കയറി പോയത്. അവിടെ ചെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ തവിടെണ്ണ ഉപയോഗിച്ച് നമുക്ക് ആദ്യമായി നമ്മൾ ഒരാളോട് പറയാണ്, തവിടെണ്ണ ഉപയോഗിച്ചാൽ നമുക്ക് BP കുറയും, അതുപോലെ പ്രഷർ കുറയും, BP കുറയും, അതുപോലെ ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, തൈറോയ്ഡ് കുറയും എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. പക്ഷെ അവിടെ ചെന്നപ്പോ പല ഭാഗത്തുനിന്ന് വന്ന പലതരത്തിലുള്ള ആളുകള് അവിടെ സ്റ്റേജിൽ കയറി. അന്ന് രാജസാറാണ്, ഡോക്ടർ രാജസാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലീഡറാണ്. അപ്പൊ സാറ് നമുക്ക് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അന്ന് നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയത് സാറിന്റെ ബിസിനസ് ക്ലാസ് ആയിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞത് മുഴുവൻ കൂടുതൽ ഭാഗവും ഇംഗ്ലീഷിലും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. മാത്രമല്ല 10 വയസ്സ് മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം പകുതി സമയങ്ങളിലും ജോലിക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അന്ന് കാലഘട്ടത്തിലൊക്കെ ഒരു 5-ാം ക്ലാസ് ആകുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കുന്നത്. അപ്പൊ 10-ാം ക്ലാസ് അന്നൊക്കെ നമുക്ക് ഗ്രേഡ് എന്താ പറയാ, നമുക്ക് ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനെയാണ് 10-ാം ക്ലാസ്സിൽ ഗ്രേഡ്. പക്ഷെ സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി എനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. കാരണം അതെന്റെ സാഹചര്യം തന്നെയാണ്. അന്ന് എനിക്കുണ്ടായിരുന്ന വിഷമം ഞാൻ തീർത്തത് RCMലൂടെയാണ്. അന്നത്തെ ആ ഒരു വിഷമം എൻ്റെ അന്നത്തെ 94 ബാച്ചിലെ എല്ലാ കുട്ടികളുടെ ഒപ്പം ഇന്ന് ഞാൻ എൻ്റെ ആ ബാച്ചിൽ കയറുമ്പോൾ വളരെ സന്തോഷവതിയാണ്. കാരണം അത് എനിക്ക് RCM തന്ന ഈ ഒരു വലിയ നന്മയാണ്. അതിന് ഞാൻ എന്നും സർവേശ്വരനോടും അതോടൊപ്പം എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അന്ന് ഈ മീറ്റിങ്ങിന് ഞാൻ ചെന്ന സമയത്ത് സാർ ബിസിനസ് ക്ലാസ് ആണ് പറഞ്ഞത്. അപ്പൊ സാറ് പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ കൂടി പറഞ്ഞു, കുറച്ച് ഇംഗ്ലീഷൊക്കെ കേൾക്കണം, കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കണം എന്നാണ് രാജ് സാർ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതൊന്നും എനിക്ക് പറ്റിയ കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലോർത്തു. എന്നാലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമല്ലോ എന്ന്. പക്ഷെ ഇവിടെ അനുഭവങ്ങൾ ആളുകൾ പറയുന്നത് കേട്ടപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് അന്ന് ഒരുപാട് അസുഖങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു. കാരണം ഞാൻ ജനിച്ചത് തന്നെ
ഒരു എന്താ പറയാ, നമ്മളെല്ലാവരും ജനിക്കുന്ന നമ്മുടെ വയറ്റിൽ നിന്ന് വരുമ്പോ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാ വരണേന്ന് പറയാം അല്ലെ. ഞാൻ ആ സ്ട്രഗിൾ ചെയ്തതിനേക്കാൾ ഉപരി എനിക്ക് ദൈവം ഒരു വലിയ ഒരു എന്താ പറയാ, ജീവിക്കണോ മരിക്കണോ എന്നുള്ള രീതിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന അടയാളം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലൂടെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ശാരീരികമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ടൈലറിംഗ് ഫീൽഡിലേക്ക് വന്നപ്പോൾ ഫുൾ ടൈം ഇരുന്നുള്ള ജോലിയാണ്. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒരു എക്സർസൈസ് ഇല്ല. പണ്ട് കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ശരിയായിരുന്നു, ഒരുപാട് എക്സർസൈസ് നമ്മൾ വീട്ടുജോലികളിലൂടെ നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ ഇന്നതില്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഞാൻ ഒരു 2009 ഞാൻ ഒരു ആശാ വർക്കറായിട്ട് കയറിയിരുന്നു. ആശാ വർക്കറായിട്ട് കയറിയ സമയത്ത് എനിക്ക് വെയിൽ കൊണ്ടിട്ട് എൻ്റെ 2 കണ്ണിന്റെ കാഴ്ചയും കുറഞ്ഞു. കാരണം അത് എനിക്ക് ചെറുതിലെ തലക്കേറ്റ ക്ഷതം കൊണ്ടായിരുന്നു. പക്ഷെ 2 കണ്ണിന്റെയും കാഴ്ചയൊക്കെ കുറഞ്ഞ് എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിൽ എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ കഴിച്ച മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഇന്നും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ആ ഡോക്ടർ പറഞ്ഞത്, കണ്ണിന് കാഴ്ചയില്ലാതെ നമുക്ക് മുന്നോട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം 2009 എൻ്റെ ഇളയ മകന് 4 വയസ്സേ ആയിട്ടുള്ളൂ. അന്ന് എനിക്ക് ഈ വന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കോട്ടയത്ത് ഇൻഡോ അമേരിക്കൻ എന്ന ഹോസ്പിറ്റലിൽ എന്നെ കാണിച്ച് 1 വർഷത്തെ ട്രീറ്റ്മെന്റ്. ആ മരുന്നുകൾ, സ്റ്റീറോയിഡുകൾ കലർന്ന ആ മരുന്നുകൾ കഴിച്ച സമയത്ത് എൻ്റെ 2 കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ സാഹചര്യത്തിൽ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ആ ഡോക്ടർ പറഞ്ഞിരുന്നു ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. മരുന്നായിരുന്നു ഞാൻ കഴിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിച്ചതിന് ശേഷം 2 മാസത്തിനുള്ളിൽ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എങ്കിലും അത് 1 വർഷത്തിനുള്ളിൽ എൻ്റെ കണ്ണ് ശരിയായി. തിരിച്ച് ഞാൻ വീണ്ടും ആ അവസ്ഥയിലേക്ക് വന്നെങ്കിലും ആ മരുന്നുകളുടെ ഫലമായിട്ട് എനിക്ക് തൈറോയ്ഡ്, ഫൈബ്രോയ്ഡ്, അതുപോലെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രശ്നങ്ങൾ വെച്ച് നടക്കുന്ന സമയത്താണ് ഈ RCMന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നത്. അതിന് ഞാൻ ഇന്നും ഗിരി സാറിനോട് നന്ദി അറിയിക്കുന്നു. കാരണം ആ ക്ലാസ്സില് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓരോ വ്യക്തികളും വന്നിട്ട് പറയുമ്പോ അത് എനിക്ക് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം ഇരിക്കാനായിട്ട് ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അത്രത്തോളം പ്രശ്നങ്ങള് എന്നെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഈ ഓരോ വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വന്നു. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ RCMയിലൂടെ സാധിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ രാജസാറിന്റെ അടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം, അപ്പൊ ഉച്ചയ്ക്ക് പോരാനായിട്ട് തന്നെ ഞാൻ പോയി നിന്നിരുന്നത്. സാറിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു. സാറ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തപ്പോ, അതായത് നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. നമ്മളുടെ അന്ന് എനിക്ക് സാറ് പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ, അതേപോലെ തന്നെ നമ്മുടെ റൈസ് ബാൻ ഓയിൽ. ഇത് രണ്ടും ഉപയോഗിച്ച് എനിക്ക് 1.5 മാസം കൊണ്ട് തന്നെ തൈറോയ്ഡ് എന്ന 16.9 എനിക്കന്ന് തൈറോയ്ഡ് ഉണ്ടായിരുന്നത്. ആ തൈറോയ്ഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥികളിൽ 4 കഴകളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഒരു തണുപ്പടിച്ചാൽ, അതുപോലെ വെയിൽ കൂടുതൽ കൊണ്ടാലൊക്കെ എനിക്ക് സൗണ്ട് പോകുമായിരുന്നു. എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ സാറിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സൗണ്ട് വളരെ കുറവായിരുന്നു. അപ്പൊ ഈ ടാബ്ലറ്റ് ഡെയിലി കഴിച്ചുകൊണ്ട് തന്നെ, ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ, നമ്മള് രാജസാർ നമ്മളോട് എപ്പോഴും പറയും ഹിപ്പാത്ത് നടത്താം അല്ലെ, അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 1.5 മാസം കൊണ്ട് എൻ്റെ തൈറോയിഡിനെ 0.95 മാറ്റാനും, ഞാൻ 5 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ തൈറോയിഡിന്റെ മെഡിസിൻ നിർത്താനും എനിക്ക് സാധിച്ചു. പക്ഷെ സാർ എന്നോട് നിർത്തണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് നിർത്തി. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അത് കുറഞ്ഞ്
അതോടൊപ്പം തന്നെ ഞാൻ 72 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അന്ന്. അത് ആ വെയിറ്റ് മാത്രമല്ല, എന്റെ ശരീരത്തിൽ ഈ മരുന്നുകളുടെ ഫലമായിട്ട് നല്ല പോലെ ഡാർക്ക് ആയിരിക്കുക മാത്രമല്ല, ഒരുപാട് നേരം വെളുത്ത് എനിക്ക് എണിക്കാൻ പറ്റില്ല. അത്ര അധികം വേദനയാണ്. തൈറോയ്ഡ് ഉള്ള എല്ലാവർക്കും അറിയാം, രാവിലെ വെയിൽ ഉദിച്ചാലേ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ കുറയുള്ളൂ. വൈകിട്ട് വെയിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങും. ഇതാണ് തൈറോയ്ഡ് പേഷ്യന്റിനുള്ള ഏറ്റവും വലിയ പ്രശ്നം. മറവി, അതുപോലെ തന്നെ മുടി കൊഴിച്ചില്, ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്ന ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ നമ്മൾക്ക് 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത് നമ്മൾക്ക് ഹോർമോൺ ഇംബാലൻസിനെ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തൈറോയിഡിനെ കുറയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ തയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മടിയിൽ വയറ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കാരണം ഫൈബ്രോയിഡ് അത്രത്തോളം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ സാഹചര്യത്തിന് എനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വെച്ച് കൊണ്ട് നടക്കായിരുന്നു. പക്ഷെ വെള്ളത്തിലിരിക്കുകയും അതോടൊപ്പം തവിടെണ്ണ 2 നേരം കഴിക്കുകയും ഈ വുമൺ ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്തതോടുകൂടി എനിക്ക് ഫൈബ്രോയിഡും കുറഞ്ഞു തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം ഫൈബ്രോയിഡ് പൂർണ്ണമായി മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. നമുക്ക് യൂട്രസ് സംബന്ധമായുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എന്താണ്? നമ്മളുടെ ഇതിലുള്ള സ്റ്റാർ ഫ്ലവറിന്റെ സത്തും അതുപോലെ ഈവനിങ് പ്രിംറോസസിന്റെ സത്തുമാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഈ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതില് സ്ട്രോബെറി പഴത്തിന്റെ സത്തുണ്ട്. ആ സ്ട്രോബെറി പഴത്തിന്റെ സത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുകയും അതോടൊപ്പം നമ്മളെ ആരോഗ്യവതികളാക്കിയിട്ട് സുന്ദരികളായിട്ട് മാറ്റാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു തന്ന പ്രൊഡക്റ്റ് ആണ് അത്. അതുപോലെ തന്നെ നമുക്ക് 200 mg കാൽസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാൽസ്യം, അതുപോലെ 23 mg അയൺ ഉള്ളത് കൊണ്ട് നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും ധാരാളം അതിന് കിട്ടുന്നു. അതുപോലെ ഗ്രീൻ ടീയുടെ സത്ത്, ഫ്ലക്സീഡിന്റെ സത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഫാറ്റൊക്കെ കുറച്ച് നമ്മള് നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് മാറാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ആണത്. അപ്പൊ അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ സൗണ്ടാണ് ആദ്യം ശരിയായത്. അതിനുശേഷം എനിക്ക് ഈ മാറ്റങ്ങൾ കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന എല്ലാവരും, അതായത് എന്നെ അറിയുന്ന എൻ്റെ കസ്റ്റമറുകളായിക്കോട്ടെ, ഞാൻ പോകുന്ന വഴിയിൽ ഉള്ള ആളുകളായിക്കോട്ടെ, ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലെ ചേച്ചിമാരായിക്കോട്ടെ, എല്ലാവരും എന്നോട് ചോദിക്കാൻ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും മാറ്റങ്ങൾ വന്നത്? അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അറിയാതെ എനിക്ക് ആർസിഎം പറയേണ്ടതായി വന്നു. ഞാൻ പോലും അറിയാതെ ആർസിഎം പറയാൻ തുടങ്ങി. അങ്ങനെ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകള് എനിക്ക് എപ്പോഴും പോയി വാങ്ങാൻ പറ്റില്ല ആർസിഎമ്മിന്റെ ഷോപ്പിൽ നിന്ന്. അപ്പൊ മനോഹർജിയുടെ കടയിൽ പോയിട്ടാണ് അന്ന് വാങ്ങുക. ആ പോയി വാങ്ങുന്ന സമയത്ത് അതിനുശേഷം നമുക്ക് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലില് നമുക്ക് പരിയാരത്ത് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ ഒരു വിൽസൺ മാഷ് ഉണ്ടായിരുന്നു. ആ മാഷിന്റെ കടയിൽ ഗിരിസാറൊക്കെ കൂടി നമുക്ക് അന്ന് അവിടെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം ഏപ്രിലായിരുന്നു. അപ്പൊ ആ മാർച്ച് മുതൽ എനിക്ക് അവിടെ നിന്നാണ് ഷോപ്പ്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഈ ഷോപ്പിൽ കയറിയിട്ടാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്. അപ്പൊ ഞാൻ മാഷിനെ വിളിച്ചു വരുത്തും, പോസ്റ്റ് മാഷാണ്. അപ്പൊ സാറിനെ വിളിച്ചു വരുത്തി പ്രൊഡക്റ്റുകൾ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ പോവുക. കാരണം എൻ്റെ ബാഗിൽ എപ്പോഴും ഉപ്പും മുളകും മല്ലിയല്ല ഞാൻ കൊടുക്കുക. ഞാൻ എപ്പോഴും കൊടുക്കുക ന്യൂട്രിചാർജ് വുമണും അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിചാർജ് കിഡ്സുമാണ് ഞാൻ കൊടുക്കുക. എല്ലാവരും ഇന്ന് ഒരു കിഡ്സ് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ഞാൻ അന്ന് 12 കിഡ്സ് ഒരുമിച്ചുള്ള ബോക്സ് ആണ് വാങ്ങിയിരുന്നത്. അതുപോലെ തന്നെ വുമണും. കാരണം എനിക്ക് എപ്പോഴെപ്പോഴും കടയിൽ പോകാനായിട്ട് ടൈലറിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് വാങ്ങുക. അത് വിറ്റ് പോകുക എന്ന് എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കോൺഫിഡൻസ് ആണ് അതിനെന്നെ സഹായിച്ചത്. കാരണം ഇങ്ങനെ നമുക്ക് കിട്ടിയ അനുഭവം ആദ്യം ഹെൽത്ത് ആണ് അല്ലെ. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുക ഹെൽത്ത് ആണ് കിട്ടുക. അപ്പൊ അത്രയും നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ആർസിഎമ്മിൽ ഉണ്ടായിട്ടും നമ്മൾ മടിച്ചു നിൽക്കാണ് അല്ലെ. ജോയിൻ ചെയ്ത ഒരുപാട് വ്യക്തികൾ ഇതിലുണ്ടാവും. ഒരു പ്രൊഡക്റ്റ് വാങ്ങാത്തവര്, അന്ന് ജോയിൻ ചെയ്തപ്പോ മാത്രം വാങ്ങിയവരുണ്ടാവാം. കുറച്ച് വളരെ ചുരുക്കം. നമ്മുടെ ആർസിഎമ്മിലെ പ്രൊഡക്റ്റുകൾ രാവിലെ മുതൽ രാത്രി കിടക്കുമ്പോൾ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റ് വരെ നമുക്കുള്ള സമയത്ത് എണ്ണിയാൽ തീരാത്ത പ്രൊഡക്റ്റ് അല്ലെ. 5000-ലധികം പ്രൊഡക്റ്റ് ഇന്നുണ്ട്. അപ്പൊ ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ, നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ വിനിയോഗിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചപ്പോ എനിക്ക്
ആദ്യം എന്റെ ചെലവ് ചുരുക്കാനും അതോടൊപ്പം എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാനും എനിക്ക് സാധിച്ചു. ആ ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോ എനിക്ക് എന്ത് കിട്ടി? സെയില് കിട്ടി. സെയിലിലൂടെ മുന്നോട്ട് പോയപ്പോ ഒരുപാട് ഗുണങ്ങളാ എനിക്ക് കിട്ടി. ഒരുപാട് ഗുണങ്ങളിൽ ആദ്യത്തെ ഗുണമാണ് ഒരുപാട് ബന്ധങ്ങള്, നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടി. അതോടൊപ്പം കൈ നിറച്ച് പൈസയും കിട്ടി. കാരണം ഇന്ന് നമ്മള് RCM ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു ഡയമണ്ട് ക്ലബില് ഒതുക്കി നിർത്തും, അല്ലെങ്കിൽ മാസം അവസാനം ആകുമ്പോഴേക്കും 5000 PV ചെയ്ത് നിർത്തുന്നവ പ്രവണതയാണ് ഇന്നുള്ളത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. കാരണം നമുക്ക് പ്രൊഡക്റ്റുകൾ, ഞാൻ ഈ ഒരു ന്യൂട്രിചാർജ് വുമൺ കൊടുത്താൽ ഈ വുമൺ മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി അവരെ ഫോളോ ചെയ്ത് അവരെ വീട്ടിൽ പോയി ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റുകളും എഴുതി കാണിച്ചുകൊണ്ട് അവർക്ക് 4000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് സത്യത്തിൽ തയ്ക്കാൻ സമയം കിട്ടുന്നുണ്ടായില്ല. കാരണം ആളുകൾ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എങ്ങനെയാ ചെയ്യണേ മാഡം, ഇതെങ്ങനെ കഴിക്കണ്ടേ, ഇതെങ്ങനെയാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതെങ്ങനെ കഴിക്കുക പുഷ്പ, അത് കഴിച്ചാൽ എന്താ ഗുണം, ഇങ്ങനെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ടൈലർ ഷോപ്പിൽ ഇരുന്ന് എനിക്ക് ഫോണില് ആളുകളോട് സംശയങ്ങൾ പറയേണ്ടതായ ഒരു അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോ നമ്മൾ ഷോപ്പിൽ, നമുക്കറിയാം, നമുക്ക് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരെ ബോറടിപ്പിക്കുന്ന, അന്നും ഇന്നും ഒരാളെയും ഇഷ്ടക്കുറവ് വരുത്തുന്ന അല്ലെങ്കിൽ അവരോട് അനിഷ്ടം കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇഷ്ടക്കുറവിലേക്ക് വരും, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിർത്താണെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി നീ നല്ലോണം ആലോചിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അതെ, നല്ലോണം ആലോചിച്ചിട്ടാണ്. കാരണം എനിക്ക് ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് 2-3 ദിവസം മിഷനിൽ കുത്തിരുന്ന് തയ്ക്കുന്ന അത്ര പൈസ ഞാൻ ഒരു ദിവസം പ്രൊഡക്റ്റ് ഇതിനിടയിലും കൊടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. MRP മാത്രം. അന്ന് എനിക്ക് PV അറിയില്ല, അതുപോലെ തന്നെ അക്കൗണ്ടിൽ വരുന്ന പൈസ അറിയില്ല, അക്കൗണ്ടിൽ പൈസ വരുന്ന എനിക്കറിയില്ല, ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ MRP മാത്രം എനിക്ക് കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അപ്പൊ ആ ടൈലറി ഷോപ്പിലെ പണി ഞാൻ നിർത്തി. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ സഞ്ചിയായിട്ട് ഇറങ്ങും. വിൽസൺ മാഷിന്റെ കട തുറപ്പിച്ച് ചിലപ്പോ 9 മണിക്ക് ഞാൻ പ്രൊഡക്റ്റ് എടുത്ത് 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ പ്രൊഡക്റ്റും കൊണ്ട് ഞാൻ പോകും. ഏത് ഭാഗത്തേക്കാണോ പോണേ അവിടെ ആ പ്രൊഡക്റ്റ് കൊടുത്ത് ചിലപ്പോ 10:30 ബസ്സിന് ഞാൻ തിരിച്ചെത്തും. എനിക്ക് അന്നും ഇന്നും ഞാൻ ബസ്സിനാ പോകുന്നത്. ആ 10:30 രൂപയുടെ ബസ് ഞാൻ തിരിച്ചെത്തി വീണ്ടും 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കും, വീണ്ടും വേറൊരു ഏരിയയിലേക്ക് പോകും. അങ്ങനെ ദിനം ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. മാർച്ച് അവസാനിക്കുമ്പോ അതുപോലെ അല്ല, മാർച്ച് അവസാനിക്കുന്നതിന് മുന്നേ സാറ് ഇതുപോലെ തന്നെ പറഞ്ഞു, അന്ന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണതിന് മുന്നേ സാറ് പറഞ്ഞു, പുഷ്പ സെയിൽ ചെയ്ത് പുഷ്പയ്ക്ക് അടുത്തൊരു ലെവലില്, അതായത് ബിഗിനർ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം സ്റ്റാർട്ടറിലേക്ക് എത്താനായിട്ട് നിസ്സാര ഓളിയാണ് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് സാർ എന്നെ വിളിച്ച് പറയുന്നത്, പുഷ്പയ്ക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടും, ഇങ്ങനെ റെക്കഗ്നേഷൻ കിട്ടും. നമുക്ക് റെക്കഗ്നേഷൻ അറിയില്ല, ഇതൊന്നും നമുക്കറിയില്ല, നമ്മളൊരു സാധാരണ വീട്ടമ്മയാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് വിൽസൺ മാഷിനോട് വിളിച്ച് പറഞ്ഞിട്ട് ആണ് അന്ന് ഞാൻ ഈ പ്രോഡക്റ്റുകൾ അടിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിലെ ഇതുകൾ നിർത്തി സ്ഥിരമായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആദ്യം നമ്മളെങ്ങനെയാ RCMലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഗുണം കിട്ടിയാൽ നമ്മൾ ആരോട് പറയാ? നമ്മളുടെ ബന്ധുക്കളോട് പറയും, നമ്മുടെ സുഹൃത്തുക്കളോട് പറയും, നമ്മുടെ അയൽക്കാരോട് പറയും, അല്ലെ, നമ്മുടെ നാട്ടുകാരോട് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ബന്ധുക്കാരോടും, എൻ്റെ ആങ്ങളോട് പറഞ്ഞു, എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, എൻ്റെ അമ്മാവന്റെ മകനോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അവരൊക്കെ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്റ്റ് സെയിൽ ചെയ്തപ്പോ എനിക്ക് കിട്ടുന്ന ഒരു ഇത് കണ്ടപ്പോ ആദ്യം എൻ്റെ കൂടെ വന്ന് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെ സെയിൽ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം പിന്നെ എൻ്റെ ആങ്ങളെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 5 പേര് എൻ്റെ കൂടെ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. 5 പേരെ സഹായിക്കാനും ഞാൻ പോവും, ഞാൻ ഒറ്റയ്ക്കും പോവും സെയിൽ ചെയ്യാൻ. അങ്ങനെ സെയിൽ ചെയ്ത് എന്തായി? നമുക്കറിയില്ല, ഓളിയൊന്നും അറിയില്ല അന്ന്. എല്ലാം ഗിരിസാറാണ് ചെയ്യുന്നത്. ഗിരിസാർ എന്നെ വിളിച്ചു പറയും, മാഡം ഇങ്ങനെ ചെയ്യൂ, പുഷ്പ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ സാറ് പറയുന്ന സമയത്ത് നമ്മൾ അതനുസരിക്കുന്നു. അത് നമ്മൾ RCMയിൽ വന്നാൽ എന്താണ്, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടെന്ന് ലീഡർമാര് പറയാം, അല്ലെ. എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം RCMയിൽ നമുക്ക് ഒരു പഠിപ്പും വിവരമൊന്നും വേണ്ട. നമുക്ക് പ്രൊഡക്റ്റ്, നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയാൻ നമ്മുടെ നാവൊന്ന് ചലിച്ചാൽ മതി.
കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന് ഗുണമേന്മ ഉണ്ടെങ്കിൽ അത് 10 ആളോട് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഫയറിലോടുകൂടി നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിശ്വാസമാവും. പക്ഷെ നമ്മുടെ വീട്ടില് എന്താ പറയാ, ടി വിയിൽ പരസ്യം കാണിക്കുന്ന അബ്ബാസ് കൊടുക്കുന്ന ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചേ നമ്മുടെ ടോയ്ലറ്റ് കഴുകുള്ളൂ. പക്ഷെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന്റെ ഗുണം എന്താണെന്ന് അറിയില്ല, അത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റാം അല്ലെ? ഇതാണ് നമ്മുടെ ആ ടോയ്ലറ്റ് ക്ലീനർ. നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് MRP പൈസയും കിട്ടും. മാത്രല്ല നമ്മൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത ഉണ്ട് അല്ലെ, ടാങ്കൊക്കെ വെച്ചിട്ട് കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകള് എന്താണ് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? പണ്ട് നമ്മൾ ഇതൊക്കെ വല്ലതും കണ്ടിട്ടില്ലായിരുന്നു, ഇല്ലായിരുന്നു അല്ലെ? ചെറുപ്പത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് കാണുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റില് നല്ല ജംസും ഉണ്ട്, ചീത്ത ജംസും ഉണ്ട്. കാരണം നല്ല ജംസിനെ നിലനിർത്തിയാൽ മാത്രമാണ് നമ്മളുടെ ഈ ടോയ്ലറ്റിലുള്ള വേസ്റ്റിനെ നശിപ്പിക്കാനായിട്ട്, മണ്ണിലേക്ക് നശിപ്പിക്കാനുള്ള ടോയ്ലറ്റിന് കഴിവ്, നമ്മുടെ വേസ്റ്റ് നശിപ്പിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് ഈ ഹെർപ്പിക്ക് പോലുള്ള വീര്യം കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ടോയ്ലറ്റ് അത് അടിയിലേക്ക് മണ്ണിലേക്ക് ലയിച്ചു ചേരാതെ അത് കൂടുതൽ കയറി വരേയുള്ളൂ. അതുകൊണ്ടാണ് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. പകരം നമ്മുടെ ഈ ടോയ്ലറ്റ് ക്ലീനറിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ, നമ്മൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ എത്ര ടോയ്ലറ്റ് ക്ലീനർ കൊടുക്കാൻ പറ്റും അല്ലെ? കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കാശ് കൊടുക്കണോ? വേണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ളത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കിട്ടുന്ന ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നാവ് ഒന്ന് ചലിച്ചാൽ മതി. അതുകൊണ്ട് എന്താവണമെന്നാ നമ്മുടെ TCG പറഞ്ഞത്? നമ്മൾ ഒരു നല്ല മനുഷ്യനായി മാറിയാൽ മാത്രം മതി. നല്ല മനുഷ്യനാവാൻ എന്ത് വേണം? ആദ്യം വേണം നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മളൊന്ന് മാറ്റിയെടുക്കുക. അതിന് നമുക്ക് RCMലേക്ക് വരുമ്പോൾ ആദ്യം എന്ത് വേണം? കുറച്ച് ക്ഷമയും മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് RCMൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോ എന്തായി? പതുക്കെ സെയിൽ കൂടി നമ്മുടെ സെയിലും കാര്യങ്ങളും പൈസയും കിട്ടുന്നത് കണ്ടപ്പോ നമ്മുടെ കൂടെ വന്നവർ ഇത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ അവരെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ 5 or 6 പേര് എൻ്റെ ടീമിലേക്ക് എന്നെ പോലെ സെയിൽ ചെയ്യുന്നവർ വന്നപ്പോ എന്തായി? എനിക്ക് പെട്ടെന്ന് തന്നെ ഓരോ അച്ചീവ്മെന്റ് എത്താനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മുടെ ടീമില് നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ കൂടെ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. രാജ് സാർ പറയും നമ്മുടെ കൂടെ 100 പേര് ജോയിൻ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് 10 പേരായി ചുരുങ്ങും അല്ലെ? ആ 100 പേരും എന്താ? ഇപ്പൊ ജിഷ മേഡം നമ്മൾക്ക് ഇത് പറയുന്ന സമയത്ത്, വെൽക്കം പറയുന്ന സമയത്ത് പറഞ്ഞു അല്ലെ, 0 ബാലൻസ് അല്ലെ? ഒക്കെ 0. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ തുടക്കത്തില് നമുക്ക് പറയാൻ അറിയില്ല അല്ലെ? നമ്മൾ ജോയിൻ ചെയ്ത വ്യക്തികളോട് നമ്മൾ പറയുന്നതൊക്കെ പൊട്ടത്തരായിരിക്കും. അതുകൊണ്ടാണ് അന്നേ ജോയിൻ ചെയ്ത് കിടക്കുന്ന ആളുകളൊക്കെ 0 ആയിട്ട് കിടക്കുന്നത്. വീണ്ടും നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരിലേക്ക് എത്തി അവർക്ക് ഈ കാര്യങ്ങള് നമ്മളൊന്ന് ഷോ ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ബിസിനസ് കൂടും. അപ്പൊ അങ്ങനെ സെയിൽ ചെയ്ത് ഞാന് സെയിലില് കൂടുതൽ സെയിൽ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് കർവിറ്റി പ്രോഗ്രാമിൽ ചെന്ന സമയത്ത് മൂർത്തി സാറ്, എനിക്കിതൊന്നും അറിയില്ല, സെയിൽ ഞാൻ കൂടുതൽ ചെയ്തു ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ സെയിൽ ചെയ്യുന്നു. മീറ്റിങ്ങില് സാറിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്റെ പേര് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, എന്താണാവോ എന്റെ പേര് പറയണേന്ന് വിചാരിച്ചു. പേര് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ പുഷ്പലത മേഡം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. എന്നോട് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് എന്റെ പേര് പുഷ്പലത എന്നാണ്. അത്രയും പേര് പറയാൻ ആ മൈക്ക് പിടിച്ചിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. ആദ്യമായിട്ട് മൈക്ക് എന്റെ കയ്യിൽ തന്നത് മൂർത്തി സാറായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ഒരു പ്രയാണം ഇന്ന് എത്ര പേര് നിന്നാലും വളരെ ഗംഭീരമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഒരു കഴിവ് നമുക്ക് ഇവിടെ നമ്മളുടെ ലക്ഷ്യങ്ങൾ കാണിച്ചു അല്ലെ? ആ ലക്ഷ്യങ്ങൾ കാണിച്ചപ്പോ നമ്മൾ പറഞ്ഞു ആരോഗ്യ സംരക്ഷണം, സ്വയം പര്യാപ്തത, അതുപോലെ തന്നെ എന്താണ്
നമ്മളുടെ സ്ത്രീ ശാക്തീകരണം അല്ലെ, അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം, ഇതിനേക്കാൾ നല്ലൊരു പ്രസ്ഥാനം വേറെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒറ്റ കൈയായി, ഒറ്റ മെയ്യായി, ഒറ്റ മനസ്സോടെ ഒത്തൊരുമിച്ച് ഇറങ്ങിയാൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. അങ്ങനെ സെയിൽ ചെയ്ത് കുറച്ച് ഇത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രാജസ്ഥാനിൽ പോകാനുള്ള അവസരം കിട്ടി. അപ്പൊ ഗിരി സാറ് പോണ സ്ഥലത്തൊക്കെ പോവും, മീറ്റിങ്ങിന് പോവും, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും സാറിന്റെ ഒപ്പം പോവും. അന്ന് പോകുമ്പോ അതുപോലെ ബാംഗ്ലൂര് നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായി. അവിടേക്ക് ബാംഗ്ലൂരൊക്കെ പോണത് ഇവിടുന്ന് എല്ലാവരും കൂടി ഒരു വണ്ടി വിളിച്ചിട്ടാണ്. ആ വണ്ടിയിൽ പോണ സമയത്ത് സുരേന്ദ്ര സാറ്, അന്ന് സുരേന്ദ്ര സാറൊക്കെയാണ് കുറച്ച് മെച്ചൂച്ചുള്ളവര്, നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ച് ബാംഗ്ലൂർ വരെ രാവിലെ 2 മണിക്കൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത എൻജോയ്മെന്റ് ആയിരുന്നു നമുക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ പോയി അവിടെ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എത്ര പൈസ പോകുന്നു എന്നുള്ളത് നമ്മൾ അന്നൊന്ന് ചിന്തിച്ചിട്ട് പോലില്ല. കാരണം എന്തുകൊണ്ടാ, അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നു. അപ്പൊ നമുക്ക് പോകുമ്പോ നമുക്ക് ആരോടും ചോദിക്കേണ്ട അവസരമില്ല. ഇത് നമ്മൾ ഒരാളോട്, നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ പൈസ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്തിനാണ് ആർച്ചയും ചെയ്യുന്നതെന്ന് അവര് വീട്ടുകാർ ചോദിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്താലോ ഒരാളും നമ്മളോട് ചോദിക്കില്ല. എനിക്ക് ഇവരൊന്നും സപ്പോർട്ട് ഇല്ലാത്ത ആ സമയത്തും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും നമുക്ക് കരുത്ത് നൽകുകയാണ് ചെയ്യുക. ആ കരുത്താണ് എന്നെ ഇവിടെ എത്തിയത്. ഇത് മാത്രല്ല, എനിക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ട്. സാറ് ഗോൾ സെറ്റ് ചെയ്യാൻ പറയും അല്ലെ, ഗോൾ സെറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്കൊന്നുമില്ല, എനിക്കന്ന് സ്വപ്നങ്ങളേ ഇല്ല. കാരണം സ്വപ്നങ്ങളില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വലിയ വേദന കിടക്കുന്നുണ്ട്. ആ വേദന എനിക്ക് പരിഹരിക്കണം എന്നുള്ളത് വളരെ വളരെ അതിതീവ്രമായ ആഗ്രഹം. അതെന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറുന്ന കാരണം കൊണ്ട് സാറ് പറയുമ്പോ സ്വപ്നങ്ങളല്ല എന്റെ മനസ്സിലേക്ക് അതായിരുന്നു വന്നിരുന്നത്. അത് ഇന്നും ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, അത് പറയാൻ സമയമായിട്ടില്ല. ആ സമയമാകുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ നീറി നീറി കൊണ്ട് നടക്കുന്നുണ്ട്. അവിടേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ സാർ എന്നോട് എഴുതാൻ പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലില്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ, അന്ന് എനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ല. അപ്പൊ ഞാനൊരു സ്മാർട്ട് ഫോൺ എഴുതി. അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയാ മിക്സി, അന്ന് പണ്ട് മേടിച്ച മിക്സിയാണ്, അപ്പൊ അതില്ല. അപ്പൊ അത് ഒരെണ്ണം വേണം. ഇതൊക്കെയാണ് നമ്മൾ സ്വപ്നങ്ങൾ എഴുതിയിരുന്നത്. അപ്പൊ സ്വപ്നങ്ങൾ എന്തിനാണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് പലരും വരുമ്പോ അവർക്കും ഇത് തന്നെയാണ്, എന്തിനാണ് എഴുതുന്നത് അറിയില്ല. കാരണം നമ്മൾ എന്തിനാണ് സ്വപ്നങ്ങൾ എഴുതുന്നത്, നമ്മുടെ ഒരു ലക്ഷ്യമാണത്. ആ വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ സ്വപ്നങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമാണ് ആർസിമിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ കൃത്യമായ നമുക്ക് സ്വപ്നങ്ങള്, ലക്ഷ്യങ്ങള് കൃത്യമായി ഉള്ളവന് ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് നല്ല പോലെ പറയാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല 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 ഘട്ടങ്ങളില് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും. ഇതൊക്കെ എനിക്കൊരു പ്രതിസന്ധിയാണ്. അതിനൊക്കെ ഞാൻ തരണം ചെയ്ത് പൂർവാധികം കരുത്തോടെ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വരുന്നതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാരണങ്ങള് നമ്മളിലേക്ക് നോക്കാം. നമ്മളാണ് കാരണക്കാര് അല്ലെ. നമ്മളിലെ വിശ്വാസമില്ലായ്മയാണ്, നമുക്ക് പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലായ്മയാണ്, നമ്മുടെ ലീഡേഴ്സിൽ വിശ്വാസമില്ലായ്മയാണ്, നമ്മുടെ കമ്പനിയിൽ വിശ്വാസമില്ലായ്മയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസമില്ലായ്മയാണ് നമുക്ക് ആർസിഎം ചെയ്യാൻ നമുക്ക് മുന്നോട്ട് കാല് വെക്കാനുള്ള പ്രചോദനമാവാത്തത്. നമ്മളെ എന്താ പറയാ, നമ്മള് മീറ്റിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ബൈ ചാൻസ് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് ചെയ്താലേ ചില ആളുകൾക്ക് വരുന്നു അല്ലെ, ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതലും എന്താണ്, ഫോഴ്സ് ചെയ്യണം. ആർക്ക് വേണ്ടിയാണ് ഫോഴ്സ് ചെയ്യുന്ന ലീഡേഴ്സ്? നമുക്ക് വേണ്ടിയാണ്, അവനവന് വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യം വന്നാൽ ഒരു ലീഡേഴ്സ് നമ്മൾ ഉന്തേണ്ട ആവശ്യമില്ല, നമ്മൾ പോകും. അവർ പറയാതെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്താൽ ഒരുപാട് അവസരമാണ് കിട്ടുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങള് രാജസ്ഥാനിൽ പോവാനായിട്ട് തയ്യാറായി. അന്ന് ചേട്ടനും ഞാനും അതുപോലെ ഗിരീഷ് സാറ്, കുറെ ലീഡേഴ്സ് ഉണ്ട് അന്നുണ്ടായിരുന്ന. നമ്മൾക്ക് നമ്മുടെ ജോർജ് സാറ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു, അനിരുദ്ധ സാറ്, ഷൈനി മേഡം. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ മിണ്ടില്ല. കാരണം എനിക്ക്
ട്രെയിനിൽ കയറാൻ വളരെ പേടിയായിരുന്നു. ഞാൻ ഒറ്റ ആളുടെ അടുത്തും ട്രെയിനിൽ കയറിയിട്ടില്ല എന്നോ ഞാൻ ട്രെയിൻ കണ്ടിട്ടില്ല എന്നോ ഇതൊന്നും ഞാൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. പക്ഷെ ആ ട്രെയിനിൽ ഞങ്ങള് ഇവിടുന്ന് കയറി 10 ദിവസത്തെ യാത്ര, അതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ആദ്യത്തെ യാത്ര, ട്രെയിൻ യാത്ര. അവിടുന്ന് അവിടെ ഒരുപാട് ലീഡേഴ്സ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും അറിവുകൾ നമുക്ക് തന്നുകൊണ്ട് ഒരു എൻജോയ്മെന്റ്. നമുക്ക് ഇവിടുന്ന് കയറി നമ്മൾ ആഗ്രയിൽ എത്തുന്നത് വരെ ഈ ഒരു കാര്യം ഈ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്ര സഹകരണം. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ ആങ്ങളെയോ നമ്മുടെ ഭർത്താവോ നമ്മളെ കൊണ്ടുപോകുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ ചെന്നതിന് ശേഷം ആഗ്രയിൽ ഇറങ്ങി ഞങ്ങൾ താജ്മഹൽ. അപ്പൊ നമ്മളോട് ഇവിടുന്ന് ഗിരി സാർ പോണ സമയത്ത് പറഞ്ഞു താജ്മഹലൊക്കെ കാണാം. അപ്പൊ ഞാനൊക്കെ പുസ്തകത്തില് താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച, മുംതാസിന് വേണ്ടി നിർമ്മിച്ച ഇത് അങ്ങനെ വായിച്ചു പഠിച്ച ആ പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് എന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കാരണം അതാണ് എൻ്റെ ജീവിത സാഹചര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വപ്നേ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ചെന്നു ഞങ്ങള് ആഗ്രയില് ട്രെയിൻ ഇറങ്ങി നമ്മളുടെ കൊണ്ടുപോയ ലഗേജുകളെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഓരോ വണ്ടിയിൽ കയറി നമ്മള് അവിടൊക്കെ സന്ദർശിച്ച് എന്നിട്ട് പറയാ ഇതൊക്കെ കണ്ട് എന്താ പറയാ നമ്മളൊരു അത്ഭുത ലോകത്തിൽ ചെന്ന പോലെ. താജ്മഹലൊക്കെ എൻ്റെ ജീവിതത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അതിനുശേഷം ഒരുപാട് തവണ പോയി. പക്ഷെ ആ ഒരു ആദ്യത്തെ പ്രാവശ്യം പോയ ആ ഫീലിങ്സ് പിന്നീട് കിട്ടില്ല. അപ്പൊ അങ്ങനെ പോയി അത് കണ്ട് തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ വിചാരം എന്താ, താജ്മഹലാണ് വലുത്, അങ്ങനെയാണ് എൻ്റെ മനസ്സിലായിരുന്നത്. അതിനുശേഷം നമ്മൾ വന്ന് ട്രെയിനിൽ കയറുന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഈ കോപ്പ് പോവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ അതിനുശേഷം വീണ്ടും 5 പ്രാവശ്യം ഞാൻ പോയി. ഈ കഴിഞ്ഞ 2 വർഷം മാത്രമേ ഞാൻ പോവാത്തുള്ളൂ. ബാക്കി 5 പ്രാവശ്യം ഞാൻ വീണ്ടും രാജസ്ഥാനിൽ പോയി. അതിനുശേഷം അന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ രാജസ്ഥാനിൽ ചെന്ന് അവിടുത്തെ കമ്പനി കണ്ടപ്പോ നമുക്ക് ഒരു ഉറച്ച തീരുമാനം, നമുക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് ഇനി വരും തലമുറയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ, നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ആർസിമിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവിടെ ചെന്ന നിമിഷത്തില് അവിടെ കണ്ട ഓരോ കാര്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അന്ന് 10,000-2000 പേരിരിക്കുന്ന ഹോളില് സംസാരിക്കാനായിട്ട്, സ്റ്റേജിൽ കയറി സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. കാരണം ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴേ ഗിരി സാർ എന്നോട് പറഞ്ഞു, പുഷ്പയ്ക്ക് ചാൻസ് കിട്ടും, സംസാരിക്കണം, അവിടെ ഹിന്ദി പറയുള്ളൂ, പക്ഷെ അതൊന്നും നോക്കണ്ട, മലയാളത്തിൽ സംസാരിച്ചോ എന്നൊക്കെ ഗിരി സാർ എന്നോട് പറഞ്ഞെങ്കിലും അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടുത്തെ MC ഹിന്ദിക്കാരനാണ്. ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ പറഞ്ഞപ്പോ ഞാൻ വരച്ചു. അവസാനം ഞാൻ ഹിന്ദി തമിഴ് എല്ലാം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ രീതിയിൽ ഞാൻ സംസാരിച്ചു. പക്ഷെ എനിക്ക് ഹെൽപ്പായിട്ട് അവിടെ നമ്മുടെ സുരേന്ദ്ര വാട്സ് അല്ലെ, നമ്മൾ ഡയമണ്ടിനെ കാണാൻ കൊതിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഉണ്ട്. കഴിഞ്ഞ നമുക്ക് രാജഗിരിയിലെ പ്രോഗ്രാമില് സാറ് വന്നിരുന്നു അല്ലെ. ഡയമണ്ടിനെ കാണാൻ കൊതിച്ച് ഇരിക്കുന്ന ആ സാഹചര്യത്തില് നമുക്ക് ഡയമണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങള് TCGക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാറ് സ്റ്റേജിലേക്ക് കയറി വരാണ് ചെയ്തത്. എത്രത്തോളം ലീഡേഴ്സിന് നമ്മളോടുള്ള ആ ഒരു കരുണ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നെ അറിയ പോലും ഇല്ല. ഞാൻ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അന്ന് ഞാൻ ഈഗിളോ എത്ര അങ്ങോട്ടായിട്ടുള്ളൂ ഒക്ടോബറിൽ. അത് നമ്മള് ചെന്ന് അത് സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ ഒരു കാര്യം, ഞാന് അതുപോലെ തന്നെ തൃശ്ശൂരത്തെ സജിത മാഡം, ഞങ്ങളെ ബിനു സാറ്, ഗിരി സാറൊക്കെ കൂടി TCGയുടെ ക്യാമ്പിനിലേക്ക് വിളിച്ചു. അവിടെ ഞങ്ങളോട് ചോദിച്ച കാര്യം, സെയില് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നതെന്ന്, അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു TCG. അപ്പൊ ഹിന്ദിയിൽ ചോദിക്കുന്നത് നമുക്ക് ലീഡേഴ്സ് പറഞ്ഞു തന്നു. അന്ന് സാറിനോട് പറഞ്ഞൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു ID കാർഡ് നമുക്ക് വേണം എന്നുള്ളതാ. അത് നമുക്ക് രണ്ടും നമുക്ക് കിട്ടി.
അല്ലെ? ആ രണ്ട് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ എത്രത്തോളം അത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ നമുക്ക് സാധാരണ രാജസ്ഥാൻ മോഡലിലായിരുന്നു സാരി വന്നിരുന്നത്. അത് പിന്നെ നമ്മള് ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മളത് എന്തായി കേരള സാരിമേക്ക് നമ്മളതൊന്ന് ചെയ്യാണ് ചെയ്തത്. അത് നമ്മളുടെ കുത്താമ്പള്ളിയിലുള്ള ഒരു സാറ്, നമുക്ക് ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ സാറ് ഉണ്ടായിരുന്നു. ആ സാറിനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ കുത്താമ്പള്ളിയിൽ ഈ ലോഗോ വെച്ചിട്ട് സാരി അടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തൊരു സാരിയാണത്. അപ്പൊ നമുക്ക് 100 എണ്ണം ചെയ്താൽ മാത്രമേ അവർ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 100 എണ്ണം ഞങ്ങൾ വാങ്ങി. ബാംഗ്ലൂർ പ്രോഗ്രാമിന് ഞങ്ങള് അതെല്ലാവരും ഉടുത്തിട്ടാണ് പോയത്. അതിൽ ഞങ്ങൾക്ക് 10-25 സാരിയോടത്തോളം ബാലൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷെ അന്ന് TCG സുരേന്ദ്രവാഡ് സാറ് തുടങ്ങി മറ്റെല്ലാ ലീഡേഴ്സും ആ സാരി, TCGയുടെ വൈഫിനടക്കം ആ സാരി വാങ്ങിക്കൊണ്ട് TCG അന്ന് സ്റ്റേജിൽ കയറി നമ്മളെല്ലാവരും ആ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് സാറ് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഈ സാരി നമ്മുടെ RCMലൂടെ കിട്ടുമെന്ന്. കിട്ടി. ഇന്ന് RCMലൂടെ ആ സാരി കിട്ടുന്നു. പക്ഷെ ഇന്ന് കേരളക്കാരെക്കാൾ ഉപരി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ലേഡീസാണ് ആ സാരി ഉടുക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു കുഞ്ഞു പോലും ഇല്ലാതെ ആ സാരി ഉടുക്കുന്നില്ല? ആ സാരി ഉടുക്കുന്ന ഭംഗി നമുക്ക് വേറെ ഏത് സാരി ഉടുത്താലും കിട്ടില്ല, ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കിട്ടുന്ന ഒരു സാരി അതാണ്. അതിന്റെ ഭംഗി ഉടുക്കുന്ന ഓരോ ലേഡീസിനും അത്രത്തോളം ഭംഗി നൽകുന്നതാണ്. നമ്മളുടെ ആ ഒരു കൂട്ടായ്മ കാണിക്കാൻ നമുക്ക് കിട്ടുന്ന ഓരോ പ്രോഗ്രാമിലും എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല? നമ്മുടെ കുറ്റാണ്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുറ്റാണ്. അപ്പൊ അങ്ങനെ അത്രത്തോളം പ്രിയപ്പെട്ട നമ്മുടെ ഒരു MD ആണ് നമ്മുടെ ഈ കമ്പനിയുടെ MD എന്ന് പറയുന്നത്. നമ്മൾ അഭിമാനം കൊള്ളണം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യയിൽ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സെയില് ചെയ്യുന്ന നമ്മളൊരു പട്ടാളക്കാരനെ പോലെയാണ്, അല്ലെ? ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നവര് നമ്മൾ കളിയാക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തനമല്ലേ, നമ്മൾ ചെയ്യുന്നത് ദേശസേവനാണ്. ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്നെ കളിയാക്കാം. നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. അന്ന് കവലയിൽ ഇരുന്ന് എന്നെ കളിയാക്കിയ പലരും ഇന്നെ ഫോണില് വിളിച്ചിട്ട് ഒരു ആവശ്യം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമ്മളെ ഇന്ന് പിരിവ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സാധാരണ ഒരു ലേഡിയായി മാറാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്കൊക്കെ എത്രയോ അവസരങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യില് എത്രത്തോളം അറിവുകളുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയുന്നവരാണ് ഇന്ന് വരുന്ന ഭൂരിഭാഗം പേര്. പക്ഷെ ഒരു വണ്ടിയും ഓടിക്കാൻ അറിയില്ല, ഒരു ഭാഷയും അറിയില്ല മലയാളം അല്ലാതെ. അങ്ങനൊരു ലേഡിയായി എനിക്ക് ഇത്രത്തോളം. പക്ഷെ ഇതിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സഹനങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. പല തരത്തില് നമ്മളെ കവലയിലിരുന്ന ആളുകൾ. നാണാവില്ലേ? കാലത്ത് പോയ വൈകുന്നേരം വരുന്നു, ലേഡീസ് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടില് ഉള്ളവര് പോലും എന്നെ കുറ്റം പറഞ്ഞു. അത് കേട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ എനിക്കിന്ന് വീട്ടിലിരുന്നാൽ പോലും വരുന്ന വരുമാനം 90,000 രൂപയുടെ അടുത്താണ്. ഒരു സാധാരണ 10ാം ക്ലാസ് SSLC പാസ്സായ ഒരു ലേഡിക്ക് ഇന്ന് എവിടെ കിട്ടും അത്ര രൂപ? ഇനി ഞാൻ പറയാണ്, TCG എനിക്ക് ഇത്ര രൂപ മതി, ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പൈസ വരാതിരിക്കോ? വരാതിരിക്കില്ല. ഇനിയും കൂടി വരും. കാരണം എന്താ? എൻ്റെ കൂടെ ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെല്ലാം വരുമാനം വേണം, അല്ലെ? അവർക്കെല്ലാം വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, എല്ലാവർക്കും ഈ ലെവലിലേക്ക് എത്താൻ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ വരുമാനം ഒരുപാട് കൂടുന്നു. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാം. പരസ്പരം സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. സഹായിച്ചുകൊണ്ട് നമുക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ നല്ല ലോകത്തിൽ തന്നെ RCM മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ലോകത്ത് അറിയപ്പെടാൻ പോകുന്നത് RCM മാത്രമായിരിക്കും 100% ഗ്യാരണ്ടി ഒന്നും എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടില് രാവിലെ എണീക്കുമ്പോ പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റും മുതല് കിടന്നുറങ്ങുമ്പോ നമ്മൾ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റ് വരെ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സഫേർ മൂർത്തി സാറ് പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ പടി ചവിട്ടുമ്പോ പടി ചവിട്ടാനുള്ള ചവിട്ടി മുതല്, അല്ലെ, അവിടുന്ന് കേറുമ്പോ നമ്മുടെ വീട്. ഇന്ന് എന്റെ വീട്ടില് പെയിന്റ് അടിച്ചത് RCMന്റെ ആണ്. എന്നോട് ലീഡർ പറഞ്ഞിട്ടില്ല, പുഷ്പ ആ പെയിന്റ് എന്നെ മേടിച്ചടിക്കണം എന്ന് എന്നോട് ഒരു ലീഡർമാരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇരിക്കുന്നത്
എന്റെ കമ്പനിയിലാണെന്ന് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് RCMന്റെ തുളസി പെയിന്റ് ഉപയോഗിച്ചാണ് എന്റെ വീട് പെയിന്റ് അടിച്ചിരിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് കയറുന്ന 3 പടിയിലും എന്തുണ്ട്? 3 RCMന്റെ ചവിട്ടിയുണ്ട്. എന്റെ വീട്ടിലേക്ക് കയറുമ്പോ ഈ ഹാളിൽ കിടക്കുന്നത് RCMന്റെ ഫാനാണ്. റൂമുകളിൽ കിടക്കുന്നത് RCMന്റെ ഫാനാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങള് RCMല് കിട്ടാത്ത ഒരു ഉൽപ്പന്നം മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. എന്നോട് ഗിരിസാറ് പറഞ്ഞിട്ടില്ല പുഷ്പ കടല വാങ്ങണം, പരിപ്പ് വാങ്ങണം, പയറ് വാങ്ങണം, അല്ലെങ്കിൽ വരുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റ് ആണ് നമുക്കിപ്പോ കുട്ടികളുടെ പ്രൊഡക്റ്റ് അല്ലെ, ഡയപ്പറിയും വന്നു. ഇതൊക്കെ വാങ്ങണമെന്ന് നമ്മളോട് നിർബന്ധിക്കുന്നില്ല, പക്ഷെ നമുക്ക് വാങ്ങാം. എന്തുകൊണ്ട്? ഉറച്ചൊരു വിശ്വാസത്തോടെ നമ്മളത് വാങ്ങി. അതുപോലെ തന്നെ കീസോളിന്റെ സെഗ്മെന്റ് വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് അവസരമാണ് അല്ലെ. നമുക്ക് എന്താ പറയാ, ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 20% അല്ല മാർജിൻ, ഒരുപാട് പൈസ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് ഇന്ന് RCMൽ ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതില് വിജയിക്കാൻ പറ്റുന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. അത് വന്നാലാണ് നമ്മൾ ഒരു ദിവസം വീട്ടിലിരിക്കാതെ, നിങ്ങൾ 2 വർഷം നിങ്ങൾ ഒരു ദിവസം വീട്ടിലിരിക്കാതെ വർക്ക് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് വരും. ഞാൻ ഫുൾ ടൈം RCMലാണ്, പക്ഷെ 5000 BV എനിക്കുള്ളൂ. അത് ചിലപ്പോ 10-ാം തീയതിക്ക് ഉള്ളിൽ വരും, അല്ലെങ്കിൽ മാസം അവസാനം ആകുമ്പോഴേക്കും വരും. ബാക്കി ഒരു PV പോലും എന്റെ ബിസിനസ് വോളിയം ഐഡിയിൽ കയറില്ല. 5001, 5002, 5003 അതിനും കൂടുതൽ PV കയറിയാൽ ബുദ്ധിമുട്ടാവും. ഇതാണ് നമ്മുടെ ചിന്താഗതി. ഈ ചിന്താഗതി മാറ്റിയിട്ട് പണ്ട് ഞങ്ങൾ എങ്ങനെയാണോ ചെയ്തിരുന്നത്, അന്ന് 25,000 ചെയ്ത ഓരോരുത്തരും നിങ്ങൾ എടുത്തു നോക്കിക്കോ, എല്ലാവരും ഇന്ന് ലീഡേഴ്സ് ആണ്. അനിരുദ്ധ സാറ്, ഷൈനി മാഡം, അതുപോലെ തന്നെ സജീവ് സാറ്, ദീപേഷ് സാറ്, സുമ മാഡം, ബിജു സാറ്, അതുപോലെ ഷൈൻ ബാബു സാറ്, ഇവരൊക്കെ ഇന്ന് ആരാണ്? ടെക്നിക്കൽ അച്ചീവേഴ്സ് ആണ്. ഇതൊക്കെ അവർക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ഇന്ന് അത് മാത്രമാണോ അവസരം? ഇന്ന് നമുക്ക് എന്താണ്? ഇന്ന് നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ഒന്നുണ്ട് അല്ലെ. നമ്മൾ 5000 BV 1500 BV തുടങ്ങി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 100 BV തുടങ്ങി എന്താ പറയാ 1499 BV ചെയ്താൽ പോലും 12% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 1500 ചെയ്യണവർക്ക് 1500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 2500 ചെയ്താൽ 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതുപോലെ തന്നെ 5000 ചെയ്താൽ 5000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇനി 10000 ചെയ്താലോ നമുക്ക് 5000 ഫ്രീ പ്രൊഡക്റ്റും കിട്ടും, 3000 രൂപ ക്യാഷ് അവാർഡും കിട്ടും. ഒപ്പം 10,000 25,000 ചെയ്യണവർക്കോ അന്ന് 25,000 ചെയ്യുമ്പോൾ നമുക്ക് MRP മാത്രം കിട്ടുന്നത്, പിന്നെ നമുക്ക് എന്താണ്? കമ്മീഷൻ ബേസ് കിട്ടും. ഇന്നോ 25,000 ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റാ. ഈ 25,000 BV ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. 12,500 രൂപ 6 മാസം എത്തുമ്പോൾ കിട്ടുന്നു. ഒരു വർഷം എത്തുമ്പോൾ നമുക്ക് എത്ര രൂപ? 25,000 രൂപ ക്യാഷ് അവാർഡ് കമ്പനി തരാം. ഒപ്പം നമുക്ക് ചുരുങ്ങിയത് 10,000 രൂപയുടെ പ്രൊഡക്റ്റ്. 25,000 ചെയ്യുമ്പോൾ നമ്മൾ സാധാ പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ ചെയ്യാ, ന്യൂട്രിചാർജ് ഉണ്ടാവും, കീസോൾ ഉണ്ടാവും, ഗാമ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ സെപ്പറേറ്റ് കിട്ടുമ്പോൾ നമുക്ക് 10-20,000 രൂപയുടെ പ്രൊഡക്റ്റ് 6 മാസം എത്തുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഒരു വർഷം എത്തുമ്പോഴോ 40,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനുള്ള അവസരം. 25,000 രൂപ വെച്ച് നമുക്ക് ക്യാഷ് അവാർഡ് കിട്ടുന്നു. ഇനി ഇത് മാത്രമാണോ? ന്യൂട്രിചാർജ് 10,000 അതിൽ ചേർത്തിട്ടുണ്ടെങ്കിലോ വീണ്ടും നമുക്ക് ന്യൂട്രിചാർജ് കമ്പനിയും തരും 5,000 രൂപയുടെ ക്യാഷ് അവാർഡ്, 10,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും. ഇതൊക്കെ അവസരല്ലേ നമുക്ക്. എന്നിട്ടും അന്ന് മൂർത്തി സാറിന് കേന്ദ്ര ഗവൺമെന്റ് ജോലി രാജിവെക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. നമുക്ക് 6,000 രൂപയുടെ സെയിൽസ് ഗേളിന്റെ പണി അല്ലെങ്കിൽ സെയിൽസ്മാന്റെ ജോലി കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയോ? മടി, പേടി. ഈ 2 കാര്യം മാറ്റിവെച്ചാൽ ഭംഗിയായിട്ട് RCM ചെയ്യാം. അപ്പൊ ഇത്രയും അവസരങ്ങൾ നമുക്ക് തരുമ്പോ 25,000 ചെയ്യണവർക്ക് അത് മാത്രമൊന്നല്ല അവസരം. 25,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പിന്നുകൾ അറിയാം അല്ലെ. ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ മുതൽ നമുക്ക് സെൽഫും ബിസൈഡ് 20,000 ചെയ്താൽ താഴെ നമുക്ക് 50,000 വന്നാൽ എന്തായി? നമ്മൾ ഓപ്പണറായി.
ആ ഓപ്പണർ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണർ ആയാൽ നമുക്ക് കമ്പനിയുടെ മന്ത്ലി ആനുവൽ ഗ്രോത്ത് ബോൺസ് കൂടി കിട്ടുന്നുണ്ട്. 25,000 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റോ കമ്മീഷൻ ബേസിൽ തന്നെ നമുക്ക് 4,000 ചില്ലാൻ രൂപ കിട്ടും. ഒപ്പം 1,000 രൂപ ഈ മാസം നമുക്ക് 500 ചില്ലാൻ രൂപയെ വന്നാണ് ഒരു പോയിന്റ്. ഓപ്പണർക്ക് ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് മന്ത്ലി കിട്ടും, ഒരു പോയിന്റ് ആനുവൽ കിട്ടും. അപ്പൊ എന്തായി? 1,000 ചില്ലാൻ രൂപ നമുക്ക് ആ വകയിലും കിട്ടും. അപ്പൊ എത്ര രൂപയായി നമുക്കൊരു വർഷം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. 25,000 PV നമ്മൾ ചെയ്യുമ്പോൾ 60,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഒരു മാസം സെയിൽ ചെയ്യുന്നത്. ഈ 60,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ 20% നമുക്ക് മാർജിനാണ്. എത്ര രൂപ ഉണ്ടാവും ആലോചിച്ച് നോക്കിയേ. ഒരു വർഷം എത്തുമ്പോ എത്ര രൂപ ഉണ്ടാവും അല്ലെ? എന്നിട്ടും RCM എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് വന്നത്. അതുപോലെ നമ്മൾ ഇന്ന് വന്ന് 6 മാസം ഞാൻ ചെയ്യും, 6 മാസം കഴിഞ്ഞാൽ മഴയാണ്. അപ്പൊ ആ 6 മാസം ഞാൻ വീട്ടിലിരിക്കും, ഒരു കാര്യമില്ല. സ്ഥിരമായി നിലനിൽക്കുക, നിരന്തരമായി പ്രവർത്തിക്കുക, നിരന്തരമായി RCM പറയുക. ഒരു ദിവസം ഗിരി സാർ പറയും ഒരാളോടെങ്കിലും RCM പറയുക. ഇത് സ്ഥിരമായി നിർത്താതെ ചെയ്തത് കൊണ്ടാണ് ഒന്നും അറിയാത്ത ഞാൻ സ്റ്റാർ പേളായത്. നമുക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ആവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നമ്മൾ വിജയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്ലാനിങ്ങോട് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യും. ഇപ്പൊ നമുക്ക് ഓണാണ് വരുന്നത് അല്ലെ? ഓണത്തിന് എല്ലാ കേരളീയരും ഒരു രൂപ കയ്യിലില്ലെങ്കിൽ പോലും എന്താണ് ഓണം ആഘോഷിക്കും. ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മാസം ഏതാണ്? ഓണത്തിനാണ്. നമുക്ക് ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ? എല്ലാവർക്കും വാങ്ങാം. പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം എന്നറിയോ? നമ്മൾ ആരും ഈ ഓപ്പർച്യൂണിറ്റിനെ കാണുന്നില്ല. 25,000 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നതിനേക്കാൾ ഉപരി എന്റെ ലീഡറിന് എന്ത് കിട്ടും, ഈ ചിന്താഗതി. അതുകൊണ്ടാണ് സാറ് നമ്മളോട് പറഞ്ഞത് നമ്മുടെ മെമ്മറി, നമ്മുടെ ചിന്ത മാറ്റി വച്ചേക്കാം. നമുക്ക് എന്ത് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്ക് കിട്ടുന്ന ഇത്രയും ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മുടെ ചിന്ത എങ്ങോട്ടാണ് പോയത്? നമ്മുടെ ലീഡറിന് എന്ത് കിട്ടും? ഞാൻ 25,000 ചെയ്താൽ ലീഡറിന്റെ കാശ് കൂടും. ഈ ചിന്താഗതി ചിന്തിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഇവിടെ നിന്നല്ല ഒരു സ്ഥലത്തും വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് TCG എടുത്തെടുത്തു പറയുന്നത് നമ്മൾ നല്ല മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു ചെയ്ത, മനോഭാവം മാറ്റിക്കഴിഞ്ഞ, അതുപോലെ തന്നെ നമ്മളുടെ അതിതീവ്രമായ ആഗ്രഹം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഒരു ദൃഢനിശ്ചയം RCMൽ എടുത്തു കഴിഞ്ഞാൽ, ആ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആ RCMന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം RCM തരും. അന്ന് TCGയോട് അവിടെ സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് TCG പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ RCMനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ RCM നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറയെയും കാത്തു സംരക്ഷിക്കും. അന്ന് TCG പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗിരി സാറും ബിനു സാറൊക്കെയാണ് പറഞ്ഞു തന്നത്. അത് പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇത് എനിക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു എനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അത് മുഖാന്തരം 2 വർഷക്കാലം വീട്ടിലിരിക്കേണ്ടി വന്നപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും TCG പറഞ്ഞ പോലെ തന്നെ RCM കാത്തുരക്ഷിച്ചു. RCM എനിക്ക് കൊറോണ വന്ന സമയത്തും വെള്ളപ്പൊക്കം വന്ന സമയത്തും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അതിനു മുന്നേ 2 വർഷം പകല് കഷ്ടപ്പെട്ട് എന്നോട് ഗിരി സാർ പറഞ്ഞിട്ടില്ല പുഷ്പ ഇന്ന സ്ഥലത്ത് പോണം, പുഷ്പ ഇന്ന സ്ഥലത്ത് സെയിൽ ചെയ്യണം എന്നൊന്നും എന്നോട് ഗിരി സാറ് പറഞ്ഞിട്ടില്ല, രാജേഷ് സാറ് പറഞ്ഞിട്ടില്ല, മൂർത്തി സാറ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്തു. അത് ചെയ്തത് കൊണ്ട് പക്ഷെ ഒരു കാര്യം ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു, നിരന്തരമായി പ്രവർത്തിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുത് നമുക്ക് കിട്ടും. ഇന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ എനിക്ക് RCM തരുന്നു.
ഇന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ വീട്ടമ്മ, ഒരു എന്താ പറയാ, സാധാരണ വീട്ടമ്മയ്ക്ക് ഒരു 1,00,000 വരുമാനം മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർസിമിലല്ലാതെ വല്ലോടം കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മള്, അല്ലേ? നമുക്ക് കിട്ടോ? കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എന്ത് വേണം? നമ്മളെ സമർപ്പിക്കണം, സമർപ്പണം വേണം. അതിന് ഗിരിസാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്ഷമ വേണം. നമ്മൾ ക്ഷമിക്കണം, അതുപോലെ നമ്മൾ സഹായിക്കണം. ഒരിക്കലും നമ്മുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടാകരുത്. നമ്മുടെ ചിന്ത തെറ്റാണെങ്കിൽ നമ്മുടെ ബിസിനസിനെ 100% അത് ബാധിച്ചു. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി തിന്മ ചിന്തിക്കുന്ന അതേ സമയം ആ തിന്മ നമ്മളിലേക്ക് വരും. ഇത് ഒരു പ്രകൃതി നയമാണ്. അത് നമ്മുടെ ആർസിഎമ്മിൽ പ്രായോഗികവുമാണ്. നമ്മൾ എപ്പോഴും നന്മയോടെ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. ആർസിഎം ഇന്ന് നമുക്ക് എല്ലാവരും ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് കൂടി ഇന്ന് ആർസിഎം നമുക്ക് തരുന്ന കാലഘട്ടത്തിലാണ്. ആർസിഎമ്മിന്റെ സുവർണ കാലഘട്ടത്തിലാണ് ഓരോ ആൾക്കാരും ഐഡിയ എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് മൂർത്തി സാറിന് ചിന്തിക്കാൻ പറ്റാത്തൊരു ചിന്തിച്ചൊരു കാര്യം നമുക്ക് ഇന്നെങ്കിലും ചിന്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ രോഗത്തിനടിമപ്പെട്ട് ജീവിതത്തിൽ ഈ പ്രകൃതിക്ക് തന്നെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നാടെത്തിപ്പെടും. അതിന് നമ്മൾ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങണം. ഞാൻ പറയണ കച്ചകെട്ടി തന്നെ ഇറങ്ങണം. ഒരുപാട് ലീഡേഴ്സ് ഇന്ന് നമ്മൾ ആർസിഎമ്മിൽ എടുത്തു നോക്കിയാൽ ഒരു 65-70% ലീഡേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ജോയിനിങ് എന്താണ്, വുമൻസ് ആണ്. എന്തുകൊണ്ട് നമുക്ക് ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് ഇത് ചെയ്തുകൂടാ? എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരുപാട്, അതിനിടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നു. കളിയാക്കലുകള്, പുച്ഛിക്കലുകള്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കുള്ള പുച്ഛിക്കലുകള്. പക്ഷെ ഇന്ന് നമുക്ക് വളരെ സന്തോഷത്തില്, അല്ലെ, യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരം എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരെയും കൊണ്ടുപോയി ഡൽഹി ഫുള്ളും കറങ്ങി കാണാനുള്ള ഒരു അവസരം ആർസിഎം തന്നു, അല്ലെ? ഇന്ന് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ ആർസിഎം തന്ന ഒരു അവസരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രത്തോളം നമുക്ക് പ്രധാനപ്പെട്ട, ഇത്രയും ഭംഗിയായിട്ട് ഒരു ആർസിഎം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം പുറകിലേക്ക് പോകുന്നത്? സത്യം പറഞ്ഞ എന്നെക്കാളും ഒരുപാട് കഴിവുള്ള വ്യക്തികൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഈഗോ വെച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമാണ് തോന്നുന്നത്, സങ്കടമാണ് വരുന്നത്. ആ സങ്കടം എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് വളരെയധികം ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ ചിലപ്പോൾ പലരോടും മിണ്ടാറ് പോകുന്നു. കാരണം എനിക്കത് വളരെ ഫീലിങ്സ് ആണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ കഷ്ടപ്പെട്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ 6 മണിയുടെ ബസ്സിന് ഇവിടുന്ന് പോയിട്ട്, അത് അന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് രാവിലെ നമുക്ക് കട തുറക്കില്ല, അല്ലെ? തലേ ദിവസം വാങ്ങി പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മുടെ വലിയ ബാഗില്, അതായത് നമ്മൾ യാത്രകൾ പോകുന്ന ആ ബാഗ് നിറയെ പ്രൊഡക്റ്റും കൊണ്ട് കോതമംഗലത്തേക്ക് പോകണമെങ്കിൽ, കോതമംഗലം പൂയംകുട്ടിയിലാണ് ഞാൻ പോയത്. ആലോചിച്ച് നോക്കണം, എത്ര മല കയറി ഇറങ്ങിയിട്ട് വേണം അവിടെ സെയിൽ ചെയ്യുന്നവരൊക്കെ മലമ്പ്രദേശമാണ്. കോതമംഗലത്തുള്ള ആളുകൾക്ക് അറിയാം. അവിടെ പോയി സെയിൽ ചെയ്ത് തിരിച്ച് 8 മണിയും 10 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയാലോ നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണം, അല്ലെ? നമുക്ക് ഇപ്പൊ ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മള് അവര് വരുമ്പോഴേക്കും ചായയോ വെള്ളമോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? പക്ഷെ ഒരു സ്ത്രീ വരുമ്പോഴോ നമ്മൾ വന്നിട്ട് വെച്ചുണ്ടാക്കി കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു അത്രയും ഒക്കെ സഹനങ്ങൾ ചെയ്ത് 2 വർഷക്കാലം അതേ ത്യാഗം തന്നെ ചെയ്ത് വെള്ളം കയറിയ സമയത്ത്, അന്ന് നമ്മൾ അവിടെ ഒരു ഷോപ്പൊക്കെ ചെറിയ രീതിയിൽ, ഇന്നത്തെ പോലെ ഡിസ്പ്ലേ വാളില്ല, അന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ കോർണർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് കോർണറൊക്കെ ഉണ്ടാക്കി അവിടെ പതുക്കെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 2018 വെള്ളം വന്ന ആ ടീം മൊത്തം ആ ഇത് കടയിട്ട ചേച്ചി വളരെ നെഗറ്റീവ് ആവുകയും അതോടൊപ്പം തന്നെ എനിക്ക് 2 വർഷക്കാലം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ടീം അങ്ങനെ പോയി. എൻ്റെ ഒരു അവസ്ഥ ആലോചിക്ക്, എത്രത്തോളം വിഷമം ഉണ്ടായിരിക്കും ആലോചിക്ക്. ദിവസങ്ങളോളം
എത്ര രൂപ വണ്ടിക്കാശ് വേണം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ വണ്ടിക്കാശ് എനിക്ക് ആരും തന്നിട്ടില്ല. ഞാൻ പ്രൊഡക്റ്റുകൾ വിറ്റ് പിറക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് ഇറക്കി അവിടെ ഈ ബാഗ് അടക്കം വെച്ച് വേറൊരു ചെറിയ സഞ്ചി കൊണ്ടുപോയത് ഇട്ടിട്ടാണ് ഓരോ വീടും മല കയറി ഇറങ്ങുന്നത്. ഇതൊന്നും ഒരു ആളോടും പറയാനോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഇതാക്കാനോ നമ്മൾ നിന്നിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് കഷ്ടപ്പെടുത്തില്ല. നമ്മൾ എന്ത് കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം കാണുന്ന സർവേശ്വരൻ നമുക്ക് അതിന്റെ ഫലം തരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ന് ടെക്നിക്കൽ അച്ചീവറിന്റെ പൈസ വാങ്ങാനും ഈ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് ഇരിക്കാനും അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് എന്ത് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും സാധിക്കുന്ന രീതിയിൽ ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന എന്റെ വീട്ടിൽ നിന്ന് 3 ടൂ വീലർ ഉണ്ട്. ഒരു R15 വണ്ടി ഉണ്ട്, ഒരു ആക്റ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബൈക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും വണ്ടിയും 1 രൂപ പോലും പേയ്മെന്റ് കൊടുക്കാതെ, അതായത് രാജസാറ് പറയണ പോലെ നമ്മള് EMI ഇല്ലാതെ തന്നെ വാങ്ങാനായിട്ടുള്ള അവസരം ആരെന്നു RCM തന്നു. അപ്പൊ ഇതൊക്കെ അവസരങ്ങളാണ്. നമ്മള് നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമുക്കാണുള്ളത്, കമ്പനിക്കില്ല, സിസ്റ്റത്തിനില്ല, നമ്മുടെ ലീഡേഴ്സിനില്ല, അല്ലേ? ആർക്കാണ് കഴിവ് കുറവുള്ളത്? നമ്മളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മൾ ഓരോരുത്തരും ആ മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആർക്കും നമുക്ക് എല്ലാം തരും, എല്ലാം തരും. ഇന്ന് നമ്മൾ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയാൽ ആ ഫോണിലൂടെ ഒരു അക്കൗണ്ട് ഇല്ലാതിരുന്ന എനിക്ക് ഇന്ന് ഈ ഫോൺ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യാനുസരണം വാങ്ങാനുള്ള അവസരം കമ്പനി തന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ മക്കളെ കൊണ്ട് പുറത്തു പോയാൽ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാൻ ഇന്ന് എനിക്ക് സാധിക്കും. പക്ഷെ അന്നോ സാധിക്കില്ല. എത്രയോ കിലോമീറ്ററുകൾ എൻ്റെ മക്കളെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്, കാരണം ബസ് ഫെയർ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് എനിക്ക് അതിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം അന്ന് ആ ത്യാഗം ചെയ്യാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഇന്ന് RCMൽ എനിക്ക് പിടിച്ചു നിൽക്കാനും ഇത്രയൊക്കെ അവസരങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഒരുപാട് കാര്യങ്ങളിലൂടെ എനിക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ തോറ്റു കൊടുക്കാത്തത്. എൻ്റെ ഉള്ളിലുള്ള ഫയറാണ്. ഇന്നും ആ ഫയർ എനിക്കുണ്ട്. ആ തീ കെടാത്തോടത്തോളം കാലം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും RCMലൂടെ എൻ്റെ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും ഞാൻ. ഇത് വല്ലതും ആയിട്ടുണ്ടോ? ഗിരി സാർ പറഞ്ഞ പോലെ നമ്മൾ ഇത് വല്ലതായിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ കൂടെ വന്നവരുടെ കൂടെ ഒന്ന് ചേർന്ന് നിന്നാൽ മതി. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തുടക്കം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവർ വിചാരിക്കും ഈ ലീഡർക്കൊന്നും അറിയില്ല, മറ്റേ ലീഡർക്ക് അറിയുള്ളൂ. ഇതൊക്കെ സ്വാഭാവിക, ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ RCMല് തുടക്കം മുതൽ വലുതായി വലുതായി വരുമ്പോ ഓരോ ടെക്നിക്കലൊക്കെ ആവുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഒരു ഇരുത്തം വരുള്ളൂ. അപ്പൊ അവിടെ എത്തുന്നത് വരെ നമ്മുടെ കൂടെ വരുന്നവർ ചെയ്യുന്ന തെറ്റുകളെ സാറ് പറഞ്ഞ പോലെ നമ്മൾ കടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ, പക്ഷേ നമുക്കിത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ വളരെ സങ്കടവും ദേഷ്യമൊക്കെ വരും. കാരണം എന്താ, ഇത്രയും വലിയ അവസരം, അവർക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് അവരത് വിനിയോഗിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നത്. അത് എല്ലാ ലീഡേഴ്സിനും ഉണ്ടായിരിക്കും. കാരണം രാജസാറൊക്കെ എപ്പോഴും പറയുന്നത് എന്താ, ഇത് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഗിരി സാറും മൂർത്തി സാറൊക്കെ പറയുന്നത് എന്താ, ഇത് തന്നെയാണ്. കാരണം ആ അവസരം മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആരെങ്കിലൊക്കെ ലീഡർമാര് നമ്മളെ വീണ്ടും വീണ്ടും തള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾക്ക് ആ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ലീഡേഴ്സാണ് നിങ്ങളെ എപ്പോഴും ഉന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ മേഡം പറഞ്ഞു ULP പ്രോഗ്രാം അല്ലെ, ഈ മാസം നമുക്ക് പുതിയ വരുന്ന ആളുകൾക്ക് വളരെ വലിയൊരു അവസരമാണ് നമുക്കുള്ളത്. കാരണം എന്താ, 2000 PV ചെയ്താൽ നമുക്ക് ആ കമ്പനി തരുന്ന ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു അവസരം. എന്നാൽ പഴയ ആളുകൾക്കോ 6000 PV ചെയ്യണം, എന്നാൽ മാത്രമേ അതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ അവസരം നമ്മൾ കളയരുത്. എല്ലാ പുതിയ ആളുകളും 2000 PV ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ അവസരത്തെ മുതലാക്കാം. അതുപോലെ തന്നെ അതും നമുക്ക് തൃശ്ശൂരാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ
അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 PV കൂടി കൂടുതൽ ചെയ്താൽ നമ്മുടെ കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കമ്പനിയുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ അവസരങ്ങളെ എപ്പോഴും ഉപയോഗിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ സെയിൽ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എല്ലാവരും 5000 PV ചെയ്തിട്ട് ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ടീം ബിൽഡ് ചെയ്യാ എങ്ങനെയാ? ടീമിലേക്ക് നമ്മൾ മാത്രം ഉണ്ടായാൽ ടീം ആവോ? നമ്മൾ 5000 PV ചെയ്തു, നമ്മുടെ വീട്ടിൽ കുത്തിയിരുന്നാൽ നമുക്ക് ടീം ഉണ്ടാവോ? ഇല്ല. ടീം ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ മാത്രമാണ് എന്ത് നമ്മുടെ വീട്ടിൽ ഇരുന്നാലും വരുമാനം വരുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന പാസീവ് ഇൻകം കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ടീം ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഗിരി സാർ അന്ന് നമ്മളോട് പറഞ്ഞു തന്ന ഒരു അവസരമാണ് 25000 PV കണ്ണടച്ച് 12 മാസം ചെയ്യാം. ബുദ്ധിമുട്ടുകൾ വരും, അങ്ങോട്ട് കടിച്ചിറക്കിക്കോളൂ. നിങ്ങൾ ആരെങ്കിലും ഈ 25000 PV ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾ റോയൽറ്റി വരുമാനം വാങ്ങുന്നവരായിട്ട് മാറുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം അത് വന്നേ പറ്റൂ. അതാണ് ഇതിന്റെ സിസ്റ്റം. പക്ഷേ അവിടെ നമ്മുടെ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓണത്തിന് പുടവ എടുത്തിട്ട് അതെല്ലാം ഡിസ്പ്ലേ വാളിൽ അടിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ഓണത്തിന് എക്സ്ട്രാ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഡിസ്പ്ലേ വാളിൽ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. ഡിസ്പ്ലേ വാള് നമുക്ക് തന്നിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്, നമുക്കൊരു PUC ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് അവിടെ കൂട്ടിവെക്കാനുള്ള അവസരമല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് RCMൽ സക്സസ് ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെയിലിലൂടെ നമ്മൾ സെയിൽ ചെയ്യുന്ന വ്യക്തികളുടെ വീട്ടിൽ പോയി പ്ലാൻ ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ ഷോ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഒരു 10 പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇന്ന് ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് വേണ്ടാത്ത ഒരു മനുഷ്യനും ഇന്ന് ഇല്ല. പക്ഷേ അവിടെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊരു ഹോം മീറ്റിംഗ് കൊടുക്കണം. ആ ഹോം മീറ്റിങ്ങില് അവരുടെ അടുത്തുള്ളവരെയും അവരുടെ വീട്ടുകാരെയും വെച്ചിരുത്തിക്കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ കൊടുക്കണം, അല്ലെ? നമ്മളുടെ ഇപ്പൊ നമുക്ക് വരുന്ന നൂഡിൽസ് ആണിത്. ഈ നൂഡിൽസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നൂഡിൽസിനേക്കാൾ ഗുണമുള്ളതാണ്, കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, ഒരുപാട് പോഷകമൂല്യങ്ങളുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടാകോ? അപ്പൊ നമ്മൾ ആ അവസരത്തെ 10 പേരായാലും 2 പേരായാലും ഹോം മീറ്റിംഗ് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ആ ഹോം മീറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ അടുത്തുള്ള PUCയിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകണം. ആ PUC മീറ്റിംഗിൽ കൊണ്ടുപോയാൽ അവർക്ക് അവിടെ മൂന്നാമതൊരാളാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും? ആ PUCയിലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾ അവർ കാണുകയും ആ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അറിവുകൾ മറ്റൊരാളിൽ നിന്ന് അവർ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും നമ്മുടെ താഴെ വന്ന ഒരാൾക്ക് PV കൂടുകയും ചെയ്യും. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? ഈ PUCയിൽ വന്ന ഒരു വ്യക്തിയോട്, ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ വലിയൊരു പ്രോഗ്രാമിലേക്ക്, ഹോൾ പ്രോഗ്രാമിലേക്ക്, രാജസാറും ഗിരിസാറൊക്കെ നടത്തുന്ന വലിയ നമ്മുടെ ലീഡേഴ്സിന്റെ പ്രോഗ്രാമിലേക്ക് അവരെ എഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ വിളിച്ചാൽ അവർ വരുമോ? ചിന്തിച്ചു നോക്കാം. തീർച്ചയായിട്ടും അവർ വന്നിരിക്കും. അപ്പൊ അങ്ങനെ പോയി അവരവിടെ കൊണ്ടിരുത്തിയാൽ നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്റെ വലിയൊരു അവസരം അവർക്ക് മനസ്സിലാകുകയും അവര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും വരുമാനത്തിന്റെ സാധ്യത അവർ മനസ്സിലാക്കുകയും അതിലൂടെ നമുക്ക് വലിയൊരു അവസരം ടീം ബിൽഡിലേക്ക് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മള് വിജയിക്കാത്ത 2 കൊല്ലമായവരും 3 കൊല്ലമായവരും പുതിയത് വന്നവരും ഒക്കെ ആലോചിച്ച് നോക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ത്? 10-ാം തീയതിക്കുള്ളില്, 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളില് 5000 PV ചെയ്താൽ
നമുക്ക് എന്ത് കിട്ടും? ഡയമണ്ട് ക്ലബ്ബ്. അത് 12 മാസം എത്തിയാൽ, ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പോയപ്പോ ഞങ്ങൾക്ക് അവിടെ ഫീസ് അടച്ചിട്ടാണ് നമ്മളവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. കാരണം തുടക്കമായിട്ടുള്ളൂ, നമുക്ക് 12 മാസം ഡയമണ്ട് ക്ലബ്ബ് ആയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ആ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ 2 ദിവസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് ഫ്രീ ആണ്. അവിടെ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു പിന്ന് കിട്ടുകയും അവിടെ നമുക്ക് TCGയുടെ വലിയൊരു പ്രോഗ്രാം കിട്ടുകയും ചെയ്യുന്നു. ഈ അവസരം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. അതിനുശേഷം അവർക്കുള്ള അവസരമാണ് നമുക്ക് ഡിസ്പ്ലേ വാള്, അല്ലെ? ഈ അവസരം ഈ 5000 കഴിഞ്ഞിട്ട് അതിൽ കൂട്ടുവെക്കാനുള്ള അവസരമാണെന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ത് പറഞ്ഞു കൊടുക്കണം? നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ PUC ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബില്ലടിച്ച് നമ്മുടെ PUC പോലെ നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു സംഭവമാണ് എന്ത്? ഡിസ്പ്ലേ വാള്. നമ്മളിപ്പോ ഒരു മലയുടെ മുകളിൽ പോണ സമയത്ത് അവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഡിസ്പ്ലേ വാളിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അവരെ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കമ്പനി തന്നതാണ് ഡിസ്പ്ലേ വാള്. അത് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. എന്നാലേ നമ്മൾ RCM വിജയിക്കൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? നമ്മള് ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ ജോയിനിങ്ങുകൾ ഇതുപോലെ വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ഡയമണ്ട് ക്ലബിലേക്കും ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെ മക്കൾക്കും ഇറച്ചിയോ മീനിന്റെയോ ടേസ്റ്റ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവരാ, അല്ലെ? പണ്ടത്തെ കാലഘട്ടമല്ല ഇന്ന്. പക്ഷേ അവിടെ നമ്മളെ മൃഗങ്ങളെ കൊന്നുകൊണ്ട് കിട്ടുന്ന ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആരോഗ്യമാണോ കിട്ടുക? നമ്മൾ ആലോചിച്ച് നോക്കാം. പകരം നമുക്ക് വീഗണായിട്ടുള്ള വെജിറ്റേറിയൻ ബൈസ്, അതുപോലെ പ്രോട്ടീസ് തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ പുതിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ PUC മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ നമ്മൾ ഒരു മീറ്റിങ്ങിൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് പുതിയ വരുന്ന വ്യക്തികൾക്ക് അത് കഴിക്കാനായിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അവരത് പരിചയപ്പെടുത്തണം. എന്നാലേ അത് അവർ വാങ്ങി ഉപയോഗിക്കൂ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എത്രയോ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ആ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. അതെല്ലാം വാങ്ങുമ്പോൾ നമ്മുടെ ചെലവ് ചുരുങ്ങുന്നതോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഡയമണ്ട് ക്ലബും 25,000 ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് മാത്രം മതി. അപ്പൊ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തികളെ ആലോചിക്കുക, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എവിടെയാണ് അവസരം കൊടുക്കുന്നത്? അതിനപ്പുറത്തേക്ക് നമ്മൾ 25,000 ചെയ്യാൻ തുടക്കക്കാര് തയ്യാറല്ലെങ്കിൽ മക്കളെ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അച്ചീവർ ആവാൻ സാധിക്കും. കാരണം അത്രയും വലിയൊരു അവസരമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീട് പെയിന്റ് അടിച്ചിട്ട് ഇത്രയും നല്ല പെയിന്റ് ആണ്, പെയിന്റ് അടിച്ച അന്ന് തന്നെ നമുക്ക് കയറി താമസിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരാളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞാൽ ആ ആള് വീട് പെയിന്റ് അടിക്കുമോ? അടിക്കും, തീർച്ചയായിട്ടും അടിച്ചിരിക്കും. എത്ര വോളിയം വരും? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ മറ്റൊരാളോട് പറയാൻ നിൽക്കരുത്. അതാണ് നമ്മുടെ TCG നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങള് കമ്പനി നമുക്ക് തരുന്നുണ്ട്. 7 തരത്തിലുള്ള വരുമാനാണ് ഇന്നത്തെ പുതിയ സിസ്റ്റത്തിലൂടെ നമുക്ക് കമ്പനി തന്നത്. ഇതൊക്കെ നമുക്ക് വേണോ വേണ്ടേ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണോ? അവനവൻ തീരുമാനമെടുക്കുക. അതിനൊപ്പം നിൽക്കാൻ നമ്മുടെ സിസ്റ്റവും നമ്മുടെ കമ്പനിയും നമ്മുടെ ലീഡേഴ്സും നമ്മളോടൊപ്പമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കുക. അതിനൊപ്പം നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. അതിനിടയിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണരുത്. അതുകൊണ്ടാണ് ഗിരി സാർ നമ്മളോട് പറഞ്ഞത്, നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതും ലക്ഷ്യങ്ങൾ വലുതുമാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങളാവില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ ചെറുതും പ്രശ്നങ്ങൾ വലുതുമാകുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. നമ്മുടെ വീട്ടില് ഒരു ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള 5 വീട്ടുകാർക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എത്ര ചെയ്യാൻ പറ്റും?
10,000 PV-ലധികം ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ ഐഡി നോക്കാം, നമ്മുടെ താഴേക്ക് വന്നവരുടെ ഐഡി നോക്കാം, എത്ര പേരത് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ മീറ്റിങ്ങുകളും പറയും, ആ ലീഡറിനെ പോലെ ആവണം, ഈ ലീഡറിനെ പോലെ ആവണം, മൂർത്തി സാറിനെ പോലെ ആവണം. പക്ഷെ മൂർത്തി സാറിനെ പോലെ ആവണമെങ്കിൽ മൂർത്തി സാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ സ്വയം സമർപ്പിക്കണം. എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ പറയുന്ന ഒരു കാര്യം, ലേഡീസ് ആണ് കൂടുതൽ വരുന്നത്. ലേഡീസിന് ചെയ്യാൻ സാധിക്കില്ല. വളരെ വളരെ നുണയാണത്. കാരണം ഒന്നും അറിയാത്ത എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചതെങ്കിൽ, ഒറ്റയ്ക്കൊരു പ്രയാണം പോലെ ഇവിടെ എത്താൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബക്കാരും നമ്മളോടൊപ്പം തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഉറച്ച തീരുമാനമെടുക്കുക, ഉറച്ചു പ്രവർത്തിക്കുക. നമ്മുടെ ലീഡേഴ്സിനൊപ്പം, നമ്മുടെ സിസ്റ്റത്തിനൊപ്പം, നമ്മുടെ സിസ്റ്റം ഉൾക്കൊണ്ടുകൊണ്ട് 6 ബേസിക് പാലിക്കാത്ത ഒരു വ്യക്തിക്കും RCMൽ വിജയിക്കാൻ സാധിക്കില്ല, 100%. അതുപോലെ തന്നെ ആ 6 ബേസിക്കിൽ ഏതെങ്കിലും സ്ഥാനം തെറ്റി ചെയ്താലും നമ്മൾ എങ്ങും എത്തില്ല. ബാക്കി കാർഡിനൽ റൂൾസ് ആയിക്കോട്ടെ, മറ്റ് ഇതുകളായിക്കാലും നമുക്ക് തെറ്റിപ്പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അത് പാലിച്ചാൽ മതി. 6 ബേസിക് പാലിച്ചാ പോരാ, അത് ക്രമം തെറ്റാതെ പാലിച്ചാലേ, നമ്മളുടെ ആ ചക്രം ക്രമം തെറ്റാതെ കറക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ RCMല് സമ്പൂർണ്ണ വിജയം ഉണ്ടാകൂ. അപ്പൊ നമുക്ക് വിജയം വേണമെങ്കിൽ, നമുക്ക് തുട്ട് വേണമെങ്കിൽ നമ്മൾ കഠിന പ്രയത്നം ചെയ്യാൻ, എന്ത് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് വിജയിക്കാൻ സാധിക്കൂ. ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ സമർപ്പിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ വീട്ടമ്മമാരോട് കാര്യം ചോദിക്കാം, ചോറ് വെക്കുന്ന സമയത്ത് അരി അടപ്പത്തിട്ടിട്ട് തീ കത്തിക്കാതിരുന്നാൽ അരി വേവോ? ഇല്ലല്ലോ, കത്തിക്കണം അല്ലെ? ആ ഊതിയാ മാത്രമേ, അത് ഊതി കത്തിച്ചാൽ, ഇപ്പൊ ഗ്യാസാണ്, അത് മാത്രമേ വേവുള്ളൂ. വെന്താൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് RCM. പണിയെടുക്കണം, തുടക്കത്തിലെ ഗ്രൗണ്ട് വർക്ക് ചെയ്താലേ പറ്റൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്രൗണ്ട് വർക്കിന് അരയും മുറുക്കി നമ്മൾ എന്നിറങ്ങുന്നു, അന്ന് മുതൽ നമ്മുടെ ബിസിനസ് പറക്കും. മടി, പേടി, ഈ 2 കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അടിത്തറ നമ്മൾ സ്ട്രോങ് ആയിട്ടിടുക. അടിത്തറ സ്ട്രോങ് ആക്കിയാൽ എത്ര വലിയ ബിൽഡിങ്ങും നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഒരിക്കലും അത് താഴേക്ക് പോവില്ല. അപ്പൊ എല്ലാവരും, ഈ മാസം ടാർജറ്റിന്റെ മാസമാണ്. പല പല വഴികൾ നമുക്കുണ്ട്. നമുക്ക് വെജിറ്റേറിയൻ പൈസ ഇന്ന് മീറ്റിങ്ങിൽ പറഞ്ഞു, എല്ലാവരും ഒരു 5 വെജിറ്റേറിയൻ പൈസ വേണ്ട, ഒരു 4 ആണെങ്കിലും വാങ്ങാൻ നമുക്ക് സാധിക്കും. പറഞ്ഞ പോലെ നമ്മുടെ കടല അല്ലെ, സാറന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ ചിരിയും വന്നു, സങ്കടവും വന്നു. സത്യമാണത്, ഉപയോഗിച്ച വ്യക്തിക്കറിയാം. നമ്മുടെ കടല, നമ്മൾ മാർക്കറ്റിങ്ങിൽ നിന്ന് വാങ്ങുന്ന കടലയും ഈ കടലയും ഒരുമിച്ച് വേറെ വേറെ പാത്രത്തിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചു, വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയുന്ന വ്യക്തിയാണ്. മാത്രമല്ല, കടല കഴിച്ച ഗ്യാസാന്ന് പറയുന്നവർക്ക് നമ്മുടെ കടല ധൈര്യപൂർവ്വം കൊടുക്കാം, ഒരു ഗ്യാസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. അത് ഏത് രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നോ, ഏത് ആളുകൾക്കും, കൃഷിക്കാർക്ക് പറ്റിയ പ്രൊഡക്റ്റുകൾ, ഹരിത സഞ്ജീവിനി ഐറ്റംസ് ഉണ്ട് അല്ലെ, അത് നമുക്ക് അവരുടെ അവസരം അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പെയിന്റിംഗ് മേഖലയുള്ളവർക്ക് ആ അവസരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ബ്യൂട്ടീഷ്യൻ മേഖലയിലുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ഹെൽത്ത് സപ്ലിമെന്റുകളുടെ ഗുണമേന്മകളും അതിന്റെ ഓപ്പർച്യൂണിറ്റിയും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതുപോലെ ഇനിയിപ്പോ വീട്ടമ്മമാരാണെങ്കിൽ FMCG മാത്രം മതി, 400-ലധികം പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇനി ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്കും അവസരമുണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ ചെരുപ്പ് ഐറ്റംസ് ഉള്ള വിൽക്കുന്ന ആളുകളുണ്ട് അല്ല. ഇതെല്ലാം ഏത് വേണമെങ്കിലും എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കഴിവ് ഏതിലാണോ അത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് സമ്പൂർണ്ണ വിജയം RCMലൂടെ ഉണ്ടാവും. അതിനോടൊപ്പം നമ്മൾ എല്ലാ ട്രെയിനിങ്ങുകളും പങ്കെടുക്കുക, നമ്മുടെ ലീഡേഴ്സ് തരുന്ന ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുക, നമ്മൾ പഠിക്കുക, പഠിപ്പിക്കാൻ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പഠിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ പഠിപ്പിക്കുക.
ഈ 3 കാര്യങ്ങളും ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും RCMൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു യാത്രയിൽ എനിക്ക് സാധിച്ചൊരു കാര്യം അതാണ്. ഞാൻ എൻ്റെ 100% ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ എനിക്ക് എൻ്റെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയൊരു അവസരം നമ്മളെ തേടി കാത്തിരിക്കുന്നു. എല്ലാവരും ഉപയോഗിക്കുക. നമ്മളുടെ ഈ അവസരത്തെ മുതലെടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഇതിനപ്പുറത്തൊരു അവസരം നമ്മളിൽ ഇല്ല, വരാനില്ല, വരികയില്ല. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജനതയെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നല്ലൊരു നവഭാരതത്തെ പടുത്തുയർത്താൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ഹമാര ചാർജ്, ന്യൂട്രി ചാർജ്.